Hello dear students, welcome to our revision live. അപ്പോൾ നമ്മുടെ ഇഗ്നൗവിന്റെ ജനുവരി ബാച്ചിന്റെ എക്സാമിന്റെ മുന്നോടിയായിട്ടുള്ള നിങ്ങളുടെ കോമൺ പേപ്പറിന്റെ ലൈവ് ആണ് മക്കളെ ഇന്ന് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ മറികടന്നിട്ടാണ് മിസ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് നമ്മൾ ഡിലേ ആയിട്ട്, മഴയൊക്കെ അല്ലേ, അപ്പം ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സും ഇന്നത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ലൈവിലേക്ക് പോവാം അല്ലേ. നമ്മുടെ ജനുവരി എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന കുട്ടികളാണ് നിങ്ങളെല്ലാവരും. അപ്പൊ നിങ്ങളുടെ ഒരുപാട് സബ്ജക്റ്റിന്റെ കോമൺ പേപ്പർ ആണ് നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതിന്റെ റിവിഷൻ ആണ്, ഫസ്റ്റ് ലൈവ് റിവിഷൻ ആണ് മക്കളെ ഇവിടെ നടക്കുന്നത്. ഇതിന്റെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് എവിടെ കിട്ടുന്നതായിരിക്കും അല്ലേ. അപ്പം അത് പറഞ്ഞുതരാം. നമുക്ക് ഒരു ക്രാഷ് കോഴ്സ് ഇനിയും നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാത്തവർക്കായിട്ട് ഒരു ക്രാഷ് കോഴ്സ്, റാപ്പിഡ് 30 ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നവംബർ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന വരെ ആ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. മെന്റൽ സപ്പോർട്ട് ഉണ്ട്, ഏത് ത്രൂ, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ത്രൂ ഉണ്ട്, പിന്നെ അതുപോലെ ഷോർട്ട് നോട്ട്സ് ഉണ്ട്, പിന്നെ ലൈവ് സെഷൻസ് ഉണ്ട്, സൂം ലൈവ് സെഷൻസ് ഉണ്ട്. അപ്പം ഇതിന്റെ സെക്കൻഡ് പാർട്ട് ലൈവ് വരുന്നത് മക്കളെ നിങ്ങൾക്ക് സൂം ലൈവിലായിരിക്കും കേട്ടോ. പിന്നെയോ PYQ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ പ്ലസിന്റെ ആപ്പ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു തരുന്നുണ്ട് നമ്മുടെ റാപ്പിഡ് 30 ക്രാഷ് കോഴ്സിലൂടെ. അപ്പൊ ഇനിയും നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ, ഒട്ടും സമയം കളയാതെ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ എല്ലാവരെയും ഞാൻ ഒന്നുകൂടെ വെൽക്കം ചെയ്യാണ്. ആരൊക്കെയാണ് ഉള്ളത് എന്നൊന്ന് നോക്കാം നമുക്ക് ലൈവില്. നേരത്തെ നമ്മുടെ ലൈവ് തുടങ്ങുന്നതിന് മുന്നേ കമന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ലൈവ് ഡിലേ ആയതാണ് കേട്ടോ, സോറി. അപ്പം നോക്കട്ടെ ആരൊക്കെയാണുള്ളത്, ഒരു ഹായ് പറയൂ കേട്ടോ. അപ്പൊ നമ്മള് ഇന്ന് ബ്ലോക്ക് 1 ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോണത്. നമ്മൾ എൻവയോൺമെന്റ് സ്റ്റഡീസിന്റെ ബ്ലോക്ക് 1 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ബ്ലോക്ക് 1 എന്തായിരുന്നു? ആൻ ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അപ്പൊ ആദ്യം എൻവയോൺമെന്റ് സ്റ്റഡീസ് പഠിക്കുന്നതിന് മുന്നേ അതിനൊരു ഇൻട്രോ നമ്മൾ പഠിക്കണം അല്ലേ. എന്താണ് എൻവയോൺമെന്റ്, എന്താണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ. അപ്പൊ നോക്കാം നമുക്ക്. ഹായ് ഒക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് ഹായ്സ് വന്നിട്ടുണ്ട്. അപ്പൊ നോക്കാം. യെസ്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, എല്ലാവർക്കും വലിയൊരു ഹായ് കേട്ടോ. അപ്പോൾ എന്താണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കണ്ടേ. അവർ എൻവയോൺമെന്റ്, എന്താണ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ എൻവയോൺമെന്റിനെ കുറിച്ച് പറയാനുള്ളത്? അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻട്രിക്കേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിവിംഗ് ഓർഗാനിസം ആൻഡ് ദർ സറൗണ്ടിങ്സ് ഇസ് ഫണ്ടമെന്റൽ ടു എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അപ്പോൾ ഒരു എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഫണ്ടമെന്റൽ ആയിട്ട്, ബേസിക് ആയിട്ട് വേണ്ടുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻട്രിക്കേറ്റ് എന്നൊക്കെ പറയുമ്പം വലിയ കുഴപ്പം പിടിച്ചതൊന്നും ആലോചിക്കേണ്ട. ഇൻട്രിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർണമായ, എന്തിൻ്റെത്? ബിറ്റ്വീൻ ലിവിംഗ് ഓർഗാനിസം ആൻഡ് ദർ സറൗണ്ടിങ്. ലിവിംഗ് ഓർഗാനിസം അതിന്റെ ചുറ്റുപാടും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതിനെ കുറിച്ചാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്? എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ പഠിക്കുന്നത്. അപ്പൊ ഇതെന്താണ് ചിത്രം? കമന്റ് ചെയ്യൂട്ടോ. ഈ ചിത്രം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ നോക്കട്ടെ. എൻവയോൺമെന്റൽ സ്റ്റഡീസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു ചിത്രം അറിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്താണ് എൻവയോൺമെന്റ് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് എൻവയോൺമെന്റ്? അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾക്ക് വരികയാണ്, സൗണ്ട് ലാഗ് ആവോ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് എൻവയോൺമെന്റ്? എൻവയോൺമെന്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് എൻവിറോൺ. എൻവിറോൺ എന്ന് പറഞ്ഞ ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? നമ്മുടെ എൻവയോൺമെന്റ് എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. മീനിങ് ടു എൻസർക്കിൾ ഓർ സറൗണ്ട്. അപ്പൊ സറൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ എൻസർക്കിൾ ചെയ്യുക, ചുറ്റുപാടും നമ്മൾ പറയും അല്ലേ. അപ്പൊ ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ സർക്കിൾ ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? എൻവയോൺമെന്റ് എന്ന് പറയുക. ഇറ്റ് റെപ്രസെന്റ്സ് ദ സം ടോട്ടൽ ഓഫ് ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് കോമ്പോണന്റ്സ്, ഇൻഫ്ലുവൻസസ് ആൻഡ് ഇവന്റ്സ് സറൗണ്ടിങ് ആൻ ഓർഗാനിസം. അപ്പം ഒരു ഓർഗാനിസത്തിന്റെ ചുറ്റുപാടും അതിനെയാണ് നമ്മൾ എന്ത് പറയാ? എൻവയോൺമെന്റ്. അത് ലിവിംഗ് ആയിക്കോട്ടെ, നോൺ ലിവിംഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? എൻവയോൺമെന്റ് എന്ന് പറയാ. ഓക്കെ, ഫോർ ഹ്യൂമൻസ് ഇനി നമുക്ക് എങ്ങനെയാണ് എൻവയോൺമെന്റ്? Environment encompasses air, water, land, plants, animals and other organisms. അപ്പോൾ ഇതൊക്കെ കൂടിയതാണല്ലേ നമുക്ക് ഒരു environment എന്ന് പറയുമ്പോൾ. Each organism interacts with its environment, influences and it is influenced by in return. അപ്പം നമ്മുടെ environment എന്ന് പറയുമ്പോൾ
ഒരു കൊടുക്കൽ വാങ്ങലാണ് അല്ലേ. നമ്മൾ മാത്രമാണോ എൻവയോൺമെന്റിൽ ഉള്ളത്? അല്ല, ഒരുപാട് വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയാണ്? ഒരു കൊടുക്കൽ വാങ്ങൽ സിസ്റ്റത്തിലേക്കൂടെയാണ് എന്ത് ചെയ്യണത്? നമ്മൾ ഈ എൻവയോൺമെന്റിൽ ജീവിക്കുന്നത്. ദിസ് ഡൈനാമിക് ഇന്ററാക്ഷൻ ഒക്കർ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ലൈഫ്. അപ്പൊ ത്രൂ ഔട്ട് ലൈഫിൽ ഈ ഒരു ഇന്ററാക്ഷൻ ആണ് നടക്കുന്നത്. ഇനി കോമ്പോണൻസ് നോക്കാം നമുക്ക്. എൻവയോൺമെന്റിൽ ഏതൊക്കെ കോമ്പോണൻസ് ആണുള്ളത്? എബയോട്ടിക്കും ബയോട്ടിക്കും. അപ്പൊ എബയോട്ടിക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും? എബയോട്ടിക് ജീവൻ ഇല്ലാത്ത എന്നാൽ ജീവിക്കാൻ അത്രയും ആവശ്യമുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? എബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറയാ. അപ്പൊ അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നോക്കിക്കേ. ലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ, precipitation and humidity, atmospheric gases, ടോപ്പോഗ്രഫി ആൻഡ് സോയിൽ, സീസണൽ ചേഞ്ചസ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് ജീവൻ ഇല്ലാത്ത വസ്തുക്കളാണ് അല്ലേ. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഒരു ജീവൻ നമുക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പം എബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്ത വസ്തുക്കളാണ്. എന്നാൽ എന്താണ്? ജീവിക്കാൻ അത്രയും ആവശ്യമായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയാം? എബയോട്ടിക് എന്ന് പറയുക. ഓക്കെ. ഇനി ബയോട്ടിക് ആണെങ്കിലോ, ബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറയുമ്പം plants, animals and humans, parasites and microorganisms, decomposes. അപ്പൊ ഇവർക്കൊക്കെ ജീവൻ ഉണ്ടോ? ഈ ബയോട്ടിക് ഇപ്പൊ പറഞ്ഞ ഈ ആൾക്കാർക്കൊക്കെ ജീവൻ ഉണ്ടോ? ഉണ്ട് അല്ലേ. അപ്പൊ ബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ജീവനുള്ള വസ്തുക്കൾസ് ആണ്. ഇപ്പൊ പ്ലാന്റ്, ആനിമൽസ്, നമ്മളെ ബാക്കിയുള്ള ജീവനുള്ള എല്ലാത്തിനെയും ഇതായിട്ട് പറയാ ബയോട്ടിക് കോമ്പോണൻസ് ആയിട്ടാണ് പറയുക. ഓക്കെ. ഇനി ഫിസിക്കൽ കോമ്പോണൻസ് സെറ്റ് കണ്ടീഷൻസ് ഫോർ ബയോട്ടിക് സർവൈവൽ വൈൽ ബയോട്ടിക് കോമ്പോണൻസ് മെയിൻറ്റെയിൻ എൻവയോൺമെന്റൽ ഹെൽത്ത്. അപ്പൊ എന്താണ് ഈ എബയോട്ടിക്കും ബയോട്ടിക്കും? നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ എബയോട്ടിക്കും ബയോട്ടിക്കും തമ്മിൽ എന്തുണ്ട്? ഒരു ലിങ്ക് ഉണ്ട്. ലിങ്ക്. ആ ലിങ്ക് ആണ് എന്ത്? നമ്മുടെ എനർജി ഫ്ലോ, മെറ്റീരിയൽ സൈക്ലിംഗ്, എസെൻഷ്യൽ ഫോർ എക്കോസിസ്റ്റം ഫംഗ്ഷനിങ്. നമ്മുടെ ടോട്ടൽ എക്കോസിസ്റ്റം ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ബയോട്ടിക്കും ബയോട്ടിക്കും തമ്മിലൊരു ലിങ്ക് ഉണ്ടാവണം. വേറൊരു കാര്യം പറയാം, മിസ് വിട്ടുപോയി. നിങ്ങളുടെ എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ പേപ്പറിന് എത്ര മാർക്കിനാണ് എക്സാം വരുന്നത് നിങ്ങൾക്ക് അറിയോ? 50 മാർക്കിനാണ് കേട്ടോ എക്സാം വരുന്നത്. ഇതിൽ 50ഉം എന്താണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് വീതം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ എന്തായാലും ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്താകും? അതിൽ ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ കിട്ടും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ലൈവുകളൊന്നും മുടക്കാതെ തന്നെ കാണുക കേട്ടോ. 50 മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് നേടാൻ പറ്റും എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ. അതിൽ രാധിക മിസ്സാണ് ഗ്യാരണ്ടി കേട്ടോ. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് നോക്കാം നമുക്ക്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? the surrounding medium where organism live. അപ്പൊ നമ്മുടെ സറൗണ്ടിങ്സ് അതാണ് എന്ത്? എക്സ്റ്റേണൽ. ഇപ്പൊ മീനിന് വെള്ളം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു സറൗണ്ടിങ് ആണ് അല്ലേ. അപ്പൊ അതാണ് എന്ത്? മീനിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വാട്ടർ ആണ്. അതാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഹായ് ഹായ് ഹായ്. ഒരുപാട് പേര് ഹായ് ഒക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ. ഇനി ഇന്റേണൽ എൻവയോൺമെന്റ് ആണെങ്കിലോ എക്സ്റ്റേണലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ദ ബോഡി ക്യാവിറ്റി വിത്തിൻ ഓർഗാനിസം. ഓർഗാനിസത്തിന്റെ അകത്തുള്ളതാണ് എന്ത്? നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ഫ്രം ഔട്ട്സൈഡ് എൻവയോൺമെന്റ്. പുറത്തുള്ള എൻവയോൺമെന്റിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഉള്ളിലുള്ളതാണ് എന്ത്? നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി നേച്ചുറൽ എൻവയോൺമെന്റ് ആണെങ്കിലോ നമ്മുടെ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, സാവന്ന, ഡെസേർട്ട്, എക്വാറ്റിക് എക്കോസിസ്റ്റം, ഇങ്ങനെയുള്ള എക്കോസിസ്റ്റം പുറത്തുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? നേച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി അവിടെ ഉള്ള നേച്ചുറൽ ആയിട്ട് അവിടെ ഉള്ളതാണ് എന്ത്? നമ്മുടെ ഈ നേച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ്. ആർട്ടിഫിഷ്യൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്തായിരിക്കും ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത്? ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ് അല്ലെ. ഹ്യൂമൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ്. നമ്മുടെ സിറ്റീസ് ആയിക്കോട്ടെ, നമ്മുടെ കൃഷിയിടങ്ങൾ, ക്രോപ്പ് ഫീൽഡ്, ഇൻഡസ്ട്രിയൽ സ്പേസസ്, ഇതൊക്കെ ഒരു ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ഒരു എൻവയോൺമെന്റ് ആണ് അല്ലേ. അപ്പൊ അതാണ് എന്ത്? നമ്മുടെ ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് പറ്റും? മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. ഇനി റേഞ്ച് ഓഫ് ടോളറൻസിനെ കുറിച്ച് പറയാം നമുക്ക്. റേഞ്ച് ഓഫ് ടോളറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഏതൊരാൾക്കും എന്താണ്? ഒരു ലിമിറ്റ് ഉണ്ടാവും അല്ലെ. എല്ലാ കാര്യത്തിനും നമ്മൾ പറയും
എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയല്ലേ. എന്തിനാ അങ്ങനെ പറയണത്? കാരണം ഏതൊരാൾക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിമിറ്റ് ഉണ്ട്. എന്തായിക്കോട്ടെ, നമ്മളെ ക്യാരക്ടർ ആയിക്കോട്ടെ, ബിഹേവിയർ ആയിക്കോട്ടെ, ഇതല്ല നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണ്, ഇപ്പൊ കൊടും ചൂടാണെന്നൊക്കെ പറയല്ലേ നമ്മളിപ്പോ പെട്ടെന്ന് ഇപ്പൊ മഴയാണ്, അപ്പൊ അതേപോലെ തന്നെ നമ്മളൊരു ഇന്നിപ്പം പെട്ടെന്ന് നമ്മളൊരു ഡെസേർട്ടില് ഒട്ടും വെള്ളമില്ലാത്തൊരു ഡെസേർട്ടിലേക്ക് നമ്മളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? വളരെ കുറവാണല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സഡൻ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ നമ്മുടെ ബോഡി അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, എന്തായി പോണത്, മരിച്ചു പോവോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖം പിടിപെടുവോ അങ്ങനെയൊക്കെ പറ്റുന്നത് അല്ലേ. അപ്പം ഒരു ടോളറൻസ്, റേഞ്ച് ഓഫ് ടോളറൻസ് പറഞ്ഞിട്ട് നമ്മുടെ ബോഡിക്കൊക്കെ എല്ലാ സാധനങ്ങൾക്കും എന്തുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നോട്ട് സ്റ്റാറ്റിക് ആണ്. എല്ലാ സമയവും ഒരേപോലെ ആവും നമ്മുടെ എൻവയോൺമെന്റ്, ഇല്ല അല്ലെ, മാറാം. അപ്പം ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ്ലി ചേഞ്ച്. Organisms can tolerate environmental changes within a certain range called range of tolerance. അപ്പം ഒരു certain range വരെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, range of tolerance എന്ന് പറയാ. ഈ environmental change ഒക്കെ അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് എന്ത്, റേഞ്ച് ഓഫ് ടോളറൻസ് എന്ന് പറയുന്നത്. ഇനി ബിയോണ്ട് ദിസ് റേഞ്ച് ഓർഗാനിസം എക്സ്പീരിയൻസ് സ്ട്രെസ് ആൻഡ് മെ നോട്ട് സർവൈവ്. അപ്പൊ ആ ഒരു റേഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഓർഗാനിസത്തിന് ഒരു സ്ട്രെസ് ഫീൽ ചെയ്യും. പിന്നെയോ അതേപോലെ തന്നെ പിന്നെ സർവൈവ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് എൻവയോൺമെന്റ് ഫോർ ലൈഫ്. എന്തൊക്കെയാണ് നമ്മുടെ എൻവയോൺമെന്റ് നമുക്ക് തരുന്ന സിഗ്നിഫിക്കൻസ്, എന്തൊക്കെയാണ് എൻവയോൺമെന്റ് നമുക്ക് തരുന്നത്? എയർ ടു ബ്രീത്ത് അല്ലേ. എൻവയോൺമെന്റിൽ എന്തുണ്ട്, എയർ ഉണ്ട്. അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ്സ് ഓക്സിജൻ എസെൻഷ്യൽ ഫോർ സർവൈവൽ ഓഫ് മോസ്റ്റ് ലിവിങ് ഓർഗാനിസം. അപ്പം നമ്മുടെ എന്താണ്, എല്ലാ ഓർഗാനിസത്തിനും ജീവിക്കാനുള്ള ശ്വസിക്കാനുള്ള ശ്വാസത്തിനുള്ള വായു എവിടുന്നാണ് കിട്ടുന്നത്, നമ്മുടെ എൻവയോൺമെന്റ് ആണെന്നല്ലേ. അപ്പം എയർ ടു ബ്രീത്ത്. പിന്നെയോ വാട്ടർ സപ്ലൈ, നമ്മുടെ വാട്ടർ എവിടുന്നാണ് കിട്ടുന്നത്, എൻവയോൺമെന്റിൽ നിന്നാണ്. അതുപോലെ ഫുഡ് റിസോഴ്സസ് എവിടുന്നാണ്, എൻവയോൺമെന്റിൽ നിന്നാണ്. ഷെൽട്ടർ അല്ലെ, നമുക്ക് എല്ലാം ഈ പറഞ്ഞ എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ ഇതൊക്കെ ആരാണ് നമുക്ക് തരണത്, നമ്മുടെ ഈ എൻവയോൺമെന്റ് ആണല്ലേ. പിന്നെയോ ഹ്യൂമൻ എൻവയോൺമെന്റ് റിലേഷൻഷിപ്പ് 3 അപ്രോച്ചസ് ഉണ്ട് അല്ലേ. എന്താണ് 3 അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ എൻവയോൺമെന്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നോക്കാം. എൻവയോൺമെന്റൽ ഡിറ്റർമിനിസം. എൻവയോൺമെന്റൽ ഡിറ്റർമിനിസം എന്ന് പറയുമ്പോൾ ഡെവലപ്ഡ് ബൈ ഫ്രെഡറിക് ഷ്രേറ്റ്സൽ ആൻഡ് എൽസ്വർത്ത് ഹണ്ടിങ്ടൺ. ഇവരെന്താ പറയണത്, ഈ രണ്ടാൾക്കാർ എന്ത് പറയും, സ്റ്റേറ്റ്സ് ദാറ്റ് നേച്ചർ കൺട്രോൾ ഹ്യൂമൻസ്. അതായത് നേച്ചർ ആണ് ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. ആണോ, നേച്ചർ ആണോ ഹ്യൂമനെ കൺട്രോൾ ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആണെങ്കിൽ നേച്ചർ ആണ് ഹ്യൂമനെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. പിന്നെ all aspects of human life are dominantly controlled by physical environment. Human being is subordinate to natural environment. അപ്പൊ environmental determinismത്തിൽ എന്താ പറയുന്നത്, നേച്ചർ ആണ് ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. നേച്ചർ പറയുന്ന പോലെ മാത്രമാണ് എല്ലാം നടക്കുന്നത്. ഹ്യൂമൻസ് ഒരു സബോർഡിനേറ്റ് മാത്രമാണ് നേച്ചറിന്റെ എന്നാണ് ഏതിൽ പറയണത്. കിട്ടുന്നില്ലേ ക്ലാസ്? ഹാഫിസ് റഹ്മാൻ പറയുന്നുണ്ടല്ലോ കിട്ടുന്നില്ല, ഇടക്ക് സ്റ്റോപ്പ് ആകുന്നു എന്ന് പറയണു. അത് ഒന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. വേറെ ആർക്കെങ്കിലും ആ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ. ഹാഫിസിന്റെ നെറ്റിന്റെ പ്രശ്നമാണോ ഇവിടുത്തെ നെറ്റിന്റെ പ്രശ്നമാണോ നോക്കട്ടെ. ഓക്കെ, നോക്കാം. അപ്പം അടുത്തതാണ് 3 അപ്രോച്ചസിൽ രണ്ടാമത്തതാണ് മക്കളെ പോസിബിലിസം എന്ന് പറയുന്നത്. അതാരാണ് കോയിൻ ചെയ്തത്? ലൂസിയൻ ഫെബ്വേ ആണ് എന്ത് ചെയ്തത്, നമ്മുടെ പോസിബിലിസം പറയുന്നത്. പോസിബിലിസം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പോസിബിലിറ്റിയെ കുറിച്ചായിരിക്കും അല്ലേ. ഫിസിക്കൽ എൻവയോൺമെന്റ് ഇസ് പാസീവ് ആൻഡ് ഹ്യൂമൻ ഇസ് ആക്റ്റീവ്. ഓക്കെ, കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മുബഷീറ. ഓക്കെ, കിട്ടുന്നുണ്ട് കേട്ടോ, കേൾക്കുന്നുണ്ട്. അപ്പം ഹാഫിസെ ഒന്ന് നെറ്റ്വർക്ക് ചെക്ക് ചെയ്തേ മോനെ. ഓക്കെ, അപ്പം ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്, പാസീവ് ആണ്, ഹ്യൂമൻസ് ആണ് അവിടെ ആക്റ്റീവ് എന്നാ പറഞ്ഞത്. അപ്പം നേരത്തെ നമ്മുടെ എൻവയോൺമെന്റൽ ഡിറ്റർമിനിസത്തിൽ എന്താ പറഞ്ഞത്, ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്നാ പറഞ്ഞത്, നേച്ചർ ആണെന്നല്ലേ. ഇവിടെ പോസിബിലിസത്തിൽ എന്താ പറയുന്നത്, നമ്മുടെ
പാസീവ് ആണ് ആര്? എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു പാസീവ് മാത്രമാണ്. ഹ്യൂമൻസ് ആണ് അവിടെ ആക്റ്റീവ് എന്നാണ് പറയുന്നത്. വിത്ത് ലിബർട്ടി ടു ചൂസ് ബിറ്റ്വീൻ എൻവയോൺമെന്റൽ പോസിബിലിറ്റീസ്. അപ്പൊ എൻവയോൺമെന്റ് എന്ന് പറയുന്നതിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു എയർ, വാട്ടർ, അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് എൻവയോൺമെന്റിനുണ്ട്. അപ്പം അതൊക്കെ ചൂസ് ചെയ്യാനുള്ള ആ ഒരു എന്താണ് അവകാശം ആർക്കുണ്ട്? ലിബർട്ടി ആർക്കുണ്ട്? ഹ്യൂമൻസിനുണ്ട്. അതാണ് പോസിബിലിറ്റിയിൽ പറയുന്നത്. Pattern of human activity results from human initiative with natural framework. മൂന്നാമത്തേതാണ് മക്കളെ environmentalism. Based on ecology principles describes that human is integral part of nature. അപ്പൊ ആദ്യത്തേതില് ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് പറഞ്ഞു? നേച്ചർ ആണെന്ന് പറഞ്ഞു അല്ലേ? രണ്ടാമത്തേതിലോ ഹ്യൂമൻസ് ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്, നേച്ചർ എന്ന് പറയുന്നത് പാസീവ് ആണെന്ന് പറഞ്ഞു. മൂന്നാമത്തേതിൽ എന്താ പറയുന്നത് അറിയോ? രണ്ടിനും ഈക്വൽ എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹ്യൂമൻസ് ഒരു ഇന്റഗ്രൽ പാർട്ടാണ് നേച്ചറിന്റെ എന്നാണ് എൻവയോൺമെന്റലിസത്തിൽ പറയണത്. Wise and restrained use of natural resource with appropriate environmental management to restore health and productivity. അപ്പൊ ഹ്യൂമൻസ് എന്ന് പറയുന്നത് നേച്ചറിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ട് ആണെന്നാണ് എൻവയോൺമെന്റലിസത്തിൽ പറയുന്നത്. ഇനിയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നത്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡെഫിനിഷൻ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡെഫിനിഷൻ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണേ. Meeting the needs of present generation without compromising the ability of future generation to meet their own needs. എന്താണ് പറയുന്നത്? നമ്മുടെ പ്രസന്റ് ജനറേഷൻ, ഇപ്പോഴുള്ള ജനറേഷന്റെ എല്ലാ ആവശ്യങ്ങളും എന്താ മീറ്റ് ചെയ്യുക. അതൊക്കെ കണ്ടുമുട്ടിയതിന് ശേഷം എന്താണ് അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റിയും കൂടെ വെക്കുമ്പോഴാണ് അതെന്ത് ചെയ്യണത്? അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആവണത്. നമ്മളിപ്പോ അങ്ങനെയാണോ ചെയ്യുന്നത്? അതോ എല്ലാം നമുക്ക് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണോ? അതോ വരുന്ന തലമുറക്ക് വേണ്ടി കുറച്ച് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ടോ? അങ്ങനെയുള്ളതിനാണ് എന്ത് പറയാ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയാ. ഈ ഒരു ഡെഫിനിഷൻ ആരാണ് കോയിൻ ചെയ്തത്? WCED ആണ് കേട്ടോ. ഇത് നമ്മുടെ ഫുൾ ഫോമിലും ചോദിക്കാം. അതേപോലെ തന്നെ WCED ആരാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കോയിൻ ചെയ്തത് എന്ന് ചോദിക്കാം കേട്ടോ എക്സാമിന്. ഇനി അതിന്റെ കീ കോൺസെപ്റ്റ്സ് ഏതൊക്കെയാന്ന് നോക്കാം. സസ്റ്റൈനബിലിറ്റി, പ്രോസസ് കണ്ടിന്യൂഡ് ഇൻഡെഫിനിറ്റ്ലി വിത്തൗട്ട് ഡിപ്ലീറ്റിംഗ് റിസോഴ്സ് ബേസ്. നമ്മുടെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു റിസോഴ്സ് മുഴുവനായിട്ട് നമ്മളായിട്ട് തകർക്കാതെ അടുത്തതിനും കൂടെ വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? സസ്റ്റൈനബിലിറ്റി. അത് കണ്ടിന്യൂ ചെയ്ത് പോവാ. പിന്നെയോ ഡെവലപ്മെന്റ് വേണം അല്ലേ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആ പഴയ റിസോഴ്സ് തന്നെ ഉപയോഗിച്ചാൽ മതിയോ? പറ്റില്ല. അതിലും എന്ത് വേണം? ഡെവലപ്മെന്റ് വേണം അല്ലേ? അഡ്വാൻസ്മെന്റ് that improves human lives. പിന്നെയോ നീഡ്സ് വേഴ്സസ് റൈറ്റ്. എന്താണ് നീഡ്സും റൈറ്റും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് അതിന്റെ രണ്ടിന്റെ വ്യത്യാസം? നീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ആവശ്യം. റൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവകാശമാണ്. അപ്പൊ ആവശ്യവും അവകാശവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതിൽ നിന്നാണ് ഹ്യൂമൻ നീഡ്സിൽ നിന്ന് ഹ്യൂമൻ റൈറ്റ്സിലേക്കുള്ള ഒരു വലിയൊരു ചേഞ്ച് വന്നത് ഈ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വഴിയാണ് കേട്ടോ. ഇനി ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ 3 പില്ലേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 3 പില്ലേഴ്സ് എന്ന് നോക്കാം നമുക്ക്. എൻവയോൺമെന്റൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ. അപ്പൊ എൻവയോൺമെന്റൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇങ്ങനെ 3 ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉള്ളൂ എന്നാണ് പറയുന്നത്. 3 തൂണുകളാണ് ആരുടേത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ. ഇതും ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. വിച്ച് ആർ ദ 3 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നോക്കാം നമുക്ക്. economic, concerned with growth, efficiency and optimum resource use. അപ്പൊ എന്താണ് ഗ്രോത്ത്, എഫിഷ്യൻസി, ഒപ്റ്റിമം? എക്കണോമിക് എന്ന് പറയുമ്പോൾ ആര് വേണം അവിടെ? ഗ്രോത്ത് വേണം, വളർച്ച വേണം അല്ലേ? അപ്പോൾ ഫോക്കസ് ഓൺ എക്കണോമിക് വയബിലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി. എക്കണോമിക് എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇപ്പോഴുള്ള നീഡ്സുകളൊക്കെ എന്താ അവകാശങ്ങളൊക്കെ മീറ്റ് ചെയ്തതിന് ശേഷം, ആവശ്യങ്ങളൊക്കെ മീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത തലമുറയിലേക്ക് വെക്കല്ലേ. അപ്പൊ എന്ത് വേണം അവിടെ? എക്കണോമിക്കലി നമ്മൾ വെൽത്ത് ആയിരിക്കണം. പിന്നെയോ സോഷ്യലി, എപ്പോഴും നമ്മൾ പറയും നമ്മൾ എന്താ സോഷ്യലി ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറയും അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? എല്ലാം നമുക്ക് എന്നുള്ളൊരു ചിന്ത മാത്രം മതിയോ? അല്ല, കൂടെയുള്ള ആൾക്കാർക്ക് എന്ത് വേണം? എന്തെങ്കിലുമൊക്കെ കിട്ടണം അല്ലേ? അപ്പൊ എല്ലാം എനിക്ക് എന്നുള്ള ചിന്ത മാറ്റണം. സോഷ്യൽ എന്ന് പറയുമ്പോൾ ഫോക്കസ് ഓൺ ഹ്യൂമൻ നീഡ്സ്, എല്ലാ ഹ്യൂമൻസിന്റെയും നീഡ്സ്, ഇക്വിറ്റി, എംപവർമെന്റ് ആൻഡ് സോഷ്യൽ കോഹഷൻ. അപ്പൊ ലൈഫ് ഇഷ്യൂസിന്റെ ക്വാളിറ്റി ഒക്കെ അഡ്രസ് ചെയ്യുന്നതാണ് ഏതില്? നമ്മുടെ ഈ സോഷ്യൽ സസ്റ്റൈനബിലിറ്റിന്റെ കേസില്. പിന്നെയോ എൻവയോൺമെന്റൽ,
പ്രിസർവിങ് നേച്ചുറൽ സിസ്റ്റംസ്, അതായത് എൻവയോൺമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്ന ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, സിഗ്നിഫിക്കൻസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു എയർ, വാട്ടർ, പിന്നെ ഷെൽട്ടർ, ഫുഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ആവശ്യം സാറ്റിസ്ഫൈ ആവില്ല, അടുത്ത തലമുറയിലേക്ക് വെക്കാനോ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പൊ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതില് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കേസിൽ. Sustainable development requires holistic integration of all these 3 pillars. അപ്പോൾ ഈ 3 പില്ലേഴ്സിന്റെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഇന്റഗ്രേഷൻ ആണ് എന്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നായിട്ട് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് എന്താവില്ല, അവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നടക്കില്ല. കാരണം 3നും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? റെഡ്യൂസ് വേസ്റ്റ് ജനറേഷൻ. അപ്പോൾ വേസ്റ്റ് ഉണ്ടാവില്ല അല്ലെ. നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, മൊത്തത്തിലൊരു ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് എന്താണ് ആദ്യം വേണ്ടത്? വേസ്റ്റ് ജനറേഷൻ റെഡ്യൂസ് ചെയ്യുക. പിന്നെയോ പോപ്പുലേഷൻ ഗ്രോത്ത് സ്ലോ ആവും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? എസെൻഷ്യൽ ഫൗണ്ടേഷൻ ഫോർ അഡ്രസ്സിംഗ് ഓൾ അതർ പ്രയോറിറ്റി ഏരിയാസ് എഫക്റ്റീവ്ലി. ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ നമ്മുടെ എക്സാം പാസ്സാണോ? എക്സാം പാസ്സാവും എന്നാണോ പറയണത്? ഓക്കെ, അപ്പം സ്ലോ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? എസെൻഷ്യൽ ഫൗണ്ടേഷൻ ഫോർ അഡ്രസ്സിംഗ് ഓൾ അതർ പ്രയോറിറ്റി ഏരിയാസ് എഫക്റ്റീവ്ലി. പോപ്പുലേഷൻ ഗ്രോത്ത് സ്ലോ ആവാന്ന് പറയുമ്പോൾ എന്താ? ആലോചിച്ച് നോക്കിക്കേ, പെട്ടെന്ന് നമ്മുടെ ഈ കൊറോണ ടൈമിൽ ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ ഗ്രോത്ത് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്താ, നമ്മൾ ആ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് അവിടെ കുറയും അല്ലേ. അപ്പൊ അങ്ങനെ ഒരു റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുന്നതിന് പകരം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ എന്താ പറയണത്? സ്ലോ പോപ്പുലേഷൻ ഗ്രോത്ത് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെയോ റെഡ്യൂസ് പോവർട്ടി ആൻഡ് ഇനീക്വാലിറ്റി, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, പ്രൊട്ടക്ട് ഫോറസ്റ്റ് ആൻഡ് ഹാബിറ്റാറ്റ്, സസ്റ്റൈനബിൾ എനർജി യൂസ്, സസ്റ്റൈനബിൾ വാട്ടർ യൂസ്. ഇതൊന്നുമില്ല. നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്ന മാറ്റങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. എന്താണ് മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്? മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് എന്താണ്? എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഈസ് ആൻ അപ്ലൈഡ് സയൻസ് സീക്കിംഗ് ആൻസേഴ്സ് ടു മേക്ക് ഹ്യൂമൻ സിവിലൈസേഷൻ സസ്റ്റൈനബിൾ വിത്ത് എർത്ത്സ് ലിമിറ്റഡ് റിസോഴ്സസ്. അപ്പം മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ സബ്ജക്ട് എടുത്താലും നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ തന്നെ കോമൺ പേപ്പർ എന്ന് പറയുന്നത് ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല അല്ലേ. എം കോമൺ ഉണ്ട്, ബി കോമൺ ഉണ്ട്, BBA ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, സോഷ്യോളജിക്ക് ഉണ്ട്, അതുപോലെ സൈക്കോളജിക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസ് കോമൺ പേപ്പർ ആയിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒരു മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ആണല്ലേ. അപ്പം എന്താണ്, ഒരുപാട് പേർക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് എൻവയോൺമെന്റൽ എന്ന് പറയുന്നത്. കാരണം എന്താ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ സയൻസിൽ എന്തുണ്ട്? ലിവിങ് ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കാൻ എൻവയോൺമെന്റ് വേണം, എഞ്ചിനീയറിംഗിൽ എൻവയോൺമെന്റ് വേണം, ലോയിൽ എൻവയോൺമെന്റ് വേണം, ഫിസിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യൽ സയൻസ്, ഇതിലൊക്കെ എന്ത് വേണം? എൻവയോൺമെന്റ് വേണം. ഇനി 2030 ആവുന്ന സമയത്തേക്ക് നമ്മുടെ കുറെ ഗോൾസ് ഉണ്ട്. അതായത് സൗണ്ട് ശരിയില്ല കേട്ടോ. 2016 തൊട്ട് 2030 ഇടയിൽ നമുക്ക് എന്താ സെറ്റ് ചെയ്ത് വെച്ച കുറച്ച് ഗോൾസ് ഉണ്ട്. ഒരു 17 ഗോൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതായത് 2030 ആകുമ്പോഴേക്കും അത്രയും പെർഫെക്റ്റ് ആക്കി വെക്കും എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ തുടച്ച് നീക്കിക്കൊണ്ട് ഒരുപാട് കുറെ ഗോൾ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗോൾസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് എന്തായാലും നിങ്ങൾക്ക് 1 മാർക്കിനല്ലേ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ കൊടുത്തിട്ട് ഇതിലില്ലാത്തതും കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ഗോളായിട്ട് വരുന്നത് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് നോക്കി വെക്കണം ഏതൊക്കെയാണ് നിങ്ങളുടെ ഗോൾ എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ബയോഡൈവേഴ്സിറ്റി നമ്മുടെ ഈ ഒരു ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഈ ഒരു എക്കോസിസ്റ്റം ഇതിനെയൊക്കെ കൺസേർവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഇൻസിറ്റു കൺസർവേഷൻ.
ഇൻ സിറ്റു, ഇൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വിചാരിക്കുക, അകത്ത് നിന്നാണ് അല്ലെ വിചാരിക്കുക. അപ്പം അകത്തെ കൺസർവേഷൻ എങ്ങനെയാണ്, കൺസർവേഷൻ ഇൻ നേച്ചുറൽ ഹാബിറ്ററ്റ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇല്ലെങ്കിൽ എന്താ നാഷണൽ പാർക്ക് ഒക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണേന്ന് അറിയോ. ഇപ്പൊ ഒരു ഏതാണ് നാഷണൽ പാർക്ക്, ഏതെങ്കിലും ഒരു നാഷണൽ പാർക്ക് ആലോചിച്ച് നോക്കും. അവിടെ എന്താ നമ്മൾ ചെയ്യണത്, ഈ സിംഹത്തിനെയും അല്ലെങ്കിൽ ഈ കടുവനെയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഫോറസ്റ്റിന്റെയോ ഇല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഗവൺമെന്റിന്റെയോ വെഹിക്കിൾ ഉപയോഗിച്ചിട്ട് കാട്ടിന്റെ അകത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് കാണൂല്ലേ. അതാണ് എന്ത് മക്കളെ, നാഷണൽ പാർക്ക്. അതായത് അവരുടെ ആവാസ വ്യവസ്ഥയിൽ അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ആവാസ വ്യവസ്ഥയിൽ അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ബാക്കി അവരെ പിടിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടോ അങ്ങനെയൊന്നുമല്ല ഇൻസിറ്റു കൺസർവേഷനിൽ ചെയ്യുന്നത്. ബയോസ്ഫിയർ റിസർവ്സ് ആയിക്കോട്ടെ, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആൻഡ് സാക്രഡ് ഗ്രൂവ്സ്. നമ്മുടെ കാവുകളൊക്കെ ഇല്ലേ, കാവുകളൊക്കെ പണ്ട് എന്തിനുണ്ടാക്കിയെന്നാ പറയണത്, ജസ്റ്റ് ആരാധനയ്ക്ക് മാത്രമല്ല. കാരണം എന്താ, കാവുകളിലൂടെ ഒരുപാട്, കാവ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, അവിടെ ഒരുപാട് ഉരകങ്ങൾ ഉണ്ടാകും, ഇല്ലെങ്കിൽ വേറെ പല ജീവികളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാവുകൾ പണ്ട് കാലത്ത് നിലനിർത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ്, പിന്നെ മെയിൻറ്റെയിൻ നേച്ചുറൽ എക്കോസിസ്റ്റം, അവിടെ ഒരു നേച്ചുറൽ ആയിട്ട് തന്നെ ഒരു എക്കോസിസ്റ്റം പ്രോസസ്സ്. ഇതാണ് എന്ത്, ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പോൾ. രണ്ടാമത്തതാണ് മക്കളെ എക്സിറ്റു കൺസർവേഷൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ സൂ ഒക്കെ ഇല്ലേ, സൂവിലൊക്കെ എന്താ ചെയ്യുന്നത്, ഈ കടുവേനെയും പുലിനെയും ഒക്കെ എന്ത് ചെയ്യും, കൂട്ടിലേക്ക് ഇട്ട് വളർത്തും. അവിടെ എന്താണ്, കൺസേർവ് ചെയ്യാണ് ചെയ്യുന്നത്, അവരെ സംരക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ എന്താണ്, അവരുടെ ആവാസ വ്യവസ്ഥയിലാണോ, അല്ല, അവരെന്ത് ചെയ്യാണ്, ഒരു സ്ഥലത്ത് നിന്ന് പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റിയതിനു ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത്. എക്സാം പാസ് മാർക്ക് എത്ര വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ പറയാട്ടോ. ഓക്കെ, അപ്പം കൺസർവേഷൻ ഔട്ട്സൈഡ് ദ നേച്ചുറൽ ഹാബിറ്റാറ്റ് ആണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. പിന്നെയോ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, സൂസ്, സീഡ് ബാങ്ക്സ്, ജീൻ ബാങ്ക്സ്, ഇതൊക്കെ എന്താണ്, പാസ് മാർക്ക് നോക്കണ്ട നിസാറേ, 50ൽ 50 അങ്ങ് വാങ്ങിക്കോ, അതാണ് നല്ലത്. ഓക്കെ, ഇനി ടിഷ്യൂ കൾച്ചർ, ക്യാപ്റ്റീവ് ബ്രീഡിങ്, ഇതൊക്കെ എന്താണ്, എക്സിറ്റു കൺസർവേഷനിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ്, ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇഷ്യൂസ് ലൈക്ക് ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച്, ഓസോൺ ഡിപ്ലീഷൻ, ആസിഡ് റെയിൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി ലോസ് റിക്വയർ ഇന്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് എഫേർട്ട്. ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് മക്കളെ. അവിടെ എന്താണ്, ഇന്റർനാഷണൽ കളിയാണ്. എന്താ നമ്മുടെ ഈ പറഞ്ഞ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഇമ്പോർട്ടൻസിൽ ഫസ്റ്റ് വൺ തന്നെ പറയുന്നത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ്. നമ്മുടെ ഈ ഗ്ലോബൽ വാർമിംഗ് ആയിക്കോട്ടെ, അതായത് മൊത്തത്തില് നമ്മളെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസിനെ കുറിച്ചുള്ള പഠിത്തം. പിന്നെയോ മോഡേണൈസേഷൻ ചാലഞ്ചസ്. നമ്മൾ ഡെവലപ്മെന്റ് എപ്പോഴും ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലേ, എപ്പോഴും നമ്മൾ എന്താ വിചാരിക്കുക, ഡെവലപ്മെന്റ് വേണം എന്നാണ് വിചാരിക്കുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ എൻവയോൺമെന്റിനെ ഹാം ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം ഇപ്പം ഒരു കാര്യം പറയാണ്, ഒരു ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ കുറച്ച് മരങ്ങളുള്ള ഏരിയ, ഓക്കെ, അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ മരമൊക്കെ മുറിച്ചിട്ട് അവിടെ ഒരു ബിൽഡിംഗ് കെട്ടുകയാണ്. അങ്ങനെയുള്ള സമയത്ത് അവിടെ മോഡേണൈസേഷൻ വന്നു. പക്ഷെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർ, അതായത് അവിടെ ഓൾറെഡി ഉണ്ടായ ജീവികൾക്കായിക്കോട്ടെ മരങ്ങൾക്കായിക്കോട്ടെ ഇവർക്കൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ മോഡേണൈസേഷൻ വേണം താനും, എന്നാൽ നമ്മുടെ ഈ എൻവയോൺമെന്റിന് ഒരു ഹാമും ഉണ്ടാവാനും പാടില്ല. അങ്ങനെയാണ് എന്ത് വരുന്നത്, നമ്മുടെ ഈ ചാലഞ്ച് ആയിട്ട്, മോഡേണൈസേഷൻ ചാലഞ്ച് ആയിട്ട് വരുന്നത്. പിന്നെയോ പോപ്പുലേഷൻ പ്രഷർ. നമ്മൾ നേരത്തെ പറഞ്ഞു, പോപ്പുലേഷൻ പെട്ടെന്ന് കൂടുന്ന സമയത്ത്, പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഈ വരുന്ന റിസോഴ്സസ് ഒക്കെ കുറഞ്ഞു പോകും അല്ലേ. അപ്പൊ അങ്ങനെ കുറയുന്ന സമയത്ത് എന്താകും, നമ്മുടെ ടോട്ടൽ ആ ഒരു ആവാസ വ്യവസ്ഥയെ അത് ബാധിക്കും. ഇന്ത്യക്ക് എന്താണ് 16% ഓഫ് വേൾഡ് പോപ്പുലേഷൻ, 16% തന്നെ, വേൾഡ് പോപ്പുലേഷന്റെ 16% എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ തന്നെയാണ്. അപ്പം അതൊക്കെ വരുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് മോശമായിട്ട് ബാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് വേറൊരു സൊല്യൂഷൻ കൂടെ കാണേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മരം മുറിക്കുകയും വേണം, അവിടെ ഒരു ബിൽഡിംഗ് വരും വേണം, അപ്പൊ ഡെവലപ്മെന്റും വേണം, എന്നാൽ മരത്തിന് ഒരു ഹാംഫുൾ അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റിന് ഒരു ഹാംഫുൾനെസ് ഇല്ലാതെ വേണം. അപ്പൊ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമ്മൾ അവിടെ കാണേണ്ട ആവശ്യമുണ്ട്. പിന്നെ വൈസ് പ്ലാനിങ് ആയിരിക്കണം. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ എൻവയോൺമെന്റൽ ചാലഞ്ചസ്. ഏതൊക്കെയാണ് ചാലഞ്ചസ് എന്ന് പറയുന്നത്? പൊല്യൂഷൻ, നമുക്കറിയാം, എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ, സോയിൽ കണ്ടാമിനേഷൻ, നോയിസ് പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൊല്യൂഷൻസ് ഉണ്ട് അല്ലേ.
പിന്നെയോ റിസോഴ്സ് ഡിപ്ലീഷൻ, ഫോറസ്റ്റ് ലോസ്, ബയോഡൈവേഴ്സിറ്റി ഡിക്ലൈൻ, എനർജി റിസോഴ്സ്, മിനറൽ ഡിപ്ലീഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് റിസോഴ്സസ് നഷ്ടപ്പെടുന്ന പരിപാടികളുണ്ട്. പിന്നെ ഗ്ലോബൽ ത്രെഡ്സ് ഏതൊക്കെയാണ്? ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ, മെറൈൻ പൊല്യൂഷൻ. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മുടെ വരുന്ന ചാലഞ്ചസ് ആണ്, എൻവയോൺമെന്റിന് വരുന്ന ചാലഞ്ചസ് ആണ്. പൊല്യൂഷൻ ആയിക്കോട്ടെ, ഗ്ലോബൽ ത്രെഡ്സ് ആയിക്കോട്ടെ, അതുപോലെ റിസോഴ്സ് ഡിപ്ലീഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ എൻവയോൺമെന്റിന് വരുന്ന ചാലഞ്ചസ് ആണ്. ഇതും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് മക്കളെ യൂണിറ്റ് 2 എന്ന് പറയുന്നത് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. എൻ എക്കോസിസ്റ്റം ഈസ് എനി യൂണിറ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഓർഗാനിസംസ് ഫങ്ഷനിങ് ടുഗെദർ ഇൻ എ ഗിവൺ ഏരിയ. അപ്പോൾ ഒരു പുഴയുടെ ഒരു സൈഡ് നമുക്ക് ആലോചിച്ച് നോക്കാം. ഒരു പുഴയുടെ സൈഡിൽ എന്തൊക്കെ ഉണ്ടാകാം? പുഴയുടെ അകത്തുള്ള മത്സ്യങ്ങൾ ഉണ്ടാകാം, വേറെ ജീവികൾ ഉണ്ടാകാം, പുഴയ്ക്ക് ചുറ്റുമുള്ള മരങ്ങള്, അവിടെ വെള്ളം കുടിക്കാൻ വരുന്ന ആൾക്കാര്, ഇതൊക്കെ എന്താണ് ഒരു എക്കോസിസ്റ്റത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ എനി യൂണിറ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഓർഗാനിസം ഫങ്ഷനിങ് ടുഗെദർ. അപ്പൊ ആ ഒരു പുഴയുടെ ചുറ്റുപാടുള്ള എല്ലാവരും എന്താണ് ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അതിനെയാണ് എന്ത് പറയാ? എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി interacting with physical environment so that energy flow leads to defined biotic structure and cycling of materials between living and non-living parts. ഓക്കെ, ഇനി ഇത് ആരാണ് കോയിൻ ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, എന്തായാലും ചോദിക്കും. കാരണം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ഈ എക്കോസിസ്റ്റം എന്നുള്ള വേർഡ് കണ്ടുപിടിച്ചത് എന്നുള്ളത്. ഓക്കെ, ഇനി ഏത് കൊല്ലമാണ് എന്നുള്ളത് നോക്കി വെച്ചോ. കോയിൻഡ് ബൈ പ്രൊഫസർ ആർത്തർ ടാംസ്ലി ആണ് കേട്ടോ, ആർത്തർ ടാംസ്ലി. ഇനി എക്കോസിസ്റ്റം ഫീച്ചേഴ്സ്, അതും നമുക്ക് നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. എബയോട്ടിക്കും ബയോട്ടിക്കും. എന്താണ് എബയോട്ടിക്കും ബയോട്ടിക്കും എന്ന് പറയുന്നത്? എബയോട്ടിക് എന്ന് പറയുമ്പോൾ എന്താ? ഇനോർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സ്, ക്ലൈമറ്റ് റെജീംസ്, ഇത് മൂന്നും കൂടിയിട്ടുള്ള ആൾക്കാരാണ് എബയോട്ടിക് എന്ന് പറയുന്നത്. ബയോട്ടിക് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. അപ്പൊ അത് എന്താണെന്നുള്ളത് ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, എബയോട്ടിക് എന്ന് പറയുമ്പോൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഇതിന്റെ ഫങ്ഷണൽ ആസ്പെക്ട്സ് നോക്കണ്ടേ നമുക്ക്? എനർജി സൈക്കിൾസ്, ഫുഡ് ചെയിൻസ്, ന്യൂട്രിയൻ സൈക്കിൾസ്, എക്കോളജിക്കൽ സക്സഷൻ. അതായത് എന്തിനാണ് എക്കോസിസ്റ്റം? ഈ ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എനർജി സൈക്കിൾസ് വേണമെങ്കിൽ ആര് വേണം? എക്കോസിസ്റ്റം വേണം. ഫുഡ് ചെയിൻ വേണമെങ്കിൽ എന്താണ്? എക്കോസിസ്റ്റം വേണം. ന്യൂട്രിയൻ സൈക്കിൾ വേണമെങ്കിൽ എന്താണ്? എക്കോസിസ്റ്റം വേണം. എക്കോളജിക്കൽ സക്സഷൻ വേണമെങ്കിലും അവിടെ ആര് വേണം? എക്കോസിസ്റ്റം വേണം. അപ്പൊ ഇനി നമുക്ക് നോക്കാം ബയോസ്ഫിയറെ കുറിച്ച്. ബയോസ്ഫിയർ എന്താണ്? നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബയോട്ടിക്കും നോക്കാൻ. അപ്പൊ ആദ്യം ബയോസ്ഫിയർ എന്താണെന്ന് നോക്കണേ. ബയോസ്ഫിയർ ഈസ് ദ പാർട്ട് ഓഫ് എർത്ത് വേർ ലൈഫ് എക്സിസ്റ്റ്. എവിടെയാണോ ലൈഫ് ഉള്ളത് അതാണ് എന്ത്? ബയോസ്ഫിയർ എന്ന് പറയുന്നത്. എ തിൻ ലെയർ എൻവലപ്പിംഗ് അവർ പ്ലാനറ്റ്, അതാണ് എന്ത്? ബയോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പം എർത്ത് എന്ന് പറയുന്നത് ഒരു ആപ്പിൾ ആയിട്ട് നമുക്ക് വിചാരിക്കാം. ഓക്കെ, എർത്ത് ഒരു ആപ്പിൾ ആണെങ്കിൽ ദ ബയോസ്ഫിയർ വുഡ് ബി ആസ് തിക്ക് ആസ് ഇറ്റ്സ് സ്കിൻ. ആസ് തിക്ക് ആസ് ഇറ്റ്സ് സ്കിൻ എന്ന് പറയുമ്പം അത് വലിയ കട്ടിയിലാണെന്നാണോ അവിടെ പറയുന്നത്? അല്ല. എന്താണ്? എർത്തിന്റെ എന്താ എവിടെയാണോ ലൈഫ് ഉള്ളത് അതാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും തിൻ ലെയർ ആണ് എന്ത്? നമ്മുടെ ഈ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ആ ബയോസ്ഫിയറിന്റെ 3 ആൾക്കാരാണ് ആരൊക്കെ? ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ ദ സോളിഡ് ലാൻഡ് പോർഷൻ ഓഫ് എർത്ത്സ് ക്രസ്റ്റ്. അപ്പൊ സോളിഡ് ആയിട്ടുള്ള ലാൻഡ് പോർഷൻ ആണ് ഏത് മക്കളെ? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രോസ്ഫിയർ ആണെങ്കിലോ എല്ലാ വാട്ടറും, എർത്തിലുള്ള എല്ലാ വാട്ടറും കൂടിയുള്ളതാണ് എന്ത്? ഹൈഡ്രോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗ്യാഷ്യസ് എൻവലപ്പ് ആണ് എന്ത്? അറ്റ്മോസ്ഫിയർ. അപ്പൊ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ ഏതിൽ വരുന്നതാണ്? ബയോസ്ഫിയറിൽ വരുന്നത്. അപ്പം ലിത്തോസ്ഫിയർ സോളിഡ് ആണ്, ഹൈഡ്രോസ്ഫിയർ വാട്ടർ ആണ്, അറ്റ്മോസ്ഫിയർ എയർ ആണ്. ഇനി പോവാം നമുക്ക് എബയോട്ടിക് കോമ്പോണൻസിലേക്ക്. എബയോട്ടിക് കോമ്പോണൻസ്, ഫസ്റ്റ് വൺ ഈസ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണോ? ഇനോർഗാനിക് ആയിട്ടുള്ള, അതായത് കാർബൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, എസെൻഷ്യൽ ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ ലൈഫ്. അതായത് ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മുടെ എബയോട്ടിക്കിൽ തന്നെ ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. ഇനി ഓർഗാനിക് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് എന്ത്? ഓർഗാനിക്. അതായത് ഈ ഇനോർഗാനിക്കിനെ എബയോട്ടിക്കിനെ ബയോട്ടിക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, കാർബൺ
അല്ലെങ്കിൽ ഈ കാർബൺ എന്ത് ചെയ്യും? കാർബൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമ്മളിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ്? ഈ പറഞ്ഞ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ വഴിയാണ്. ഇനി ക്ലൈമറ്റ് റെജിംസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഈ ടെമ്പറേച്ചർ, ക്ലൈമറ്റ് തന്നെ നോർമൽ നമ്മളുടെ ക്ലൈമറ്റ് തന്നെയാണ്. ടെമ്പറേച്ചർ, മോയ്സ്ചർ, ലൈറ്റ്, ടോപ്പോഗ്രഫി, ഇതൊക്കെയാണ് എന്ത് വരുന്നത്? ക്ലൈമറ്റ് റെജിംസിൽ വരുന്നത്. ഇനി ബയോട്ടിക് കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ലിവിങ് വേൾഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? അവിടെ ജീവനുള്ള ആൾക്കാരാണ്. ഏതൊക്കെയാണ്? പ്രൊഡ്യൂസേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സിനിമയുടെ പ്രൊഡ്യൂസർ ആണോ? അല്ല. എന്താണ്? എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്ത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അതാണ് മക്കളെ ഓട്ടോട്രോഫ്സ്. അതായത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യണ പോലെ അടുക്കളയിൽ പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതാണോ? അല്ല. ഗ്രീൻ പ്ലാന്റ്സ്, ബാക്ടീരിയ, ആൽഗെ ദാറ്റ് മാനുഫാക്ചർ ദെയർ ഓൺ ഫുഡ്. നമ്മളെ പോയി അടുക്കളയിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് പറയാം അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷെങ്കിൽ ആ സോസ് എന്ന് പറയുന്നത് എവിടുന്നാ? ഈ പ്ലാന്റ്സ് നിന്നാകാം, ഇല്ലെങ്കിൽ എന്താ ആനിമൽസ് നിന്നാവാം. ഇതിൽ നിന്നൊക്കെ വരുന്ന സോസ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ? അപ്പൊ ഈ പ്ലാന്റ്സ് ഒക്കെ എന്താ ചെയ്യണത്? ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരാണ്. അവരെയാണ് നമ്മൾ എന്ത് പറയാ? ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസോ കീമോസിന്തസിസോ ഒക്കെ വഴി അവരെന്ത് ചെയ്യും? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കും. അവരാണ് പ്രൊഡ്യൂസേഴ്സ്. ഇനി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കൺസ്യൂം ചെയ്യുന്ന ആൾക്കാര് ആരായിരിക്കും? നമ്മൾ തന്നെ. നോക്കിക്കേ, ഓർഗാനിസംസ് അൺഏബിൾ ടു മേക്ക് ദെയർ ഓൺ ഫുഡ് ഇൻക്ലൂഡ് ഹെർബിവോസ് കൺസ്യൂമേഴ്സ്. ഹെർബിവോസ് ആണ് പ്രൈമറി കൺസ്യൂമേഴ്സ് കേട്ടോ. പിന്നെ കാർണിവോസ്. അതായത് എന്താ ഇവിടെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് വെച്ചാല് ഹെർബിവോസ് ആരാണ് മക്കളെ? നമ്മുടെ ഈ ഇലവർഗ്ഗങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്ന് പ്ലാന്റ്സിനെ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് ഹെർബിവോസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഹെർബിവോസ് എന്താണ്? നമ്മൾ ആദ്യം ആരാണുള്ളത് എന്ന് പറഞ്ഞു? ഓട്ടോട്രോഫ്സ് ആണുള്ളതെന്ന് പറഞ്ഞു. ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്രീൻ പ്ലാന്റ്സിന് ആരാ കൺസ്യൂം ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ പശു ആകാം, ഇല്ലെങ്കിൽ മാനാകാം, അങ്ങനെയുള്ള ആൾക്കാരാണ് അല്ലേ? അവരെന്താണ്? ഹെർബിവോസ്. നമ്മൾ സസ്യബുക്ക് എന്നൊക്കെ പറയും അല്ലേ? അപ്പൊ ആദ്യം ഇവരെ കഴിക്കുന്ന ആൾക്കാര് ഫസ്റ്റ് തന്നെ ആരെയാണ് ചെയ്യുന്നത്? ഈ നമ്മുടെ ഈ മുന്നിൽ പറഞ്ഞിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിനെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് ആര്? കൺസ്യൂമേഴ്സ്. അവരെ പ്രൈമറി കൺസ്യൂമേഴ്സ്. ആദ്യം കൺസ്യൂം ചെയ്യുന്നവരെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കും. പിന്നെ വരുന്നതാണ് കാർണിവോർസ്. അതായത് ഇപ്പോൾ നമ്മൾ പണ്ടേ ഭക്ഷ്യശൃംഖലയൊക്കെ പഠിച്ചതാണല്ലേ ചെറുപ്പത്തിൽ. എത്രയോ 6ാം ക്ലാസ്സിൽ നിന്നോ മറ്റോ പഠിക്കുന്നുണ്ട്. അപ്പം ആദ്യം എന്താണ്? നമ്മുടെ ഈ പുൽച്ചാടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ പുല്ല് തിന്നാ മാനിനെ ആര് തിന്നും? നമ്മുടെ വല്ല കടുവയോ പുലിയോ അതൊക്കെ തിന്നും. അപ്പൊ അവരെന്താണ്? കാർണിവോർസ് ആണ്. അവരേതാണ്? സെക്കൻഡറിയോ അല്ലെങ്കിൽ ടെറിഷ്യറി കൺസ്യൂമേഴ്സ് ആണ്. അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്നും ആലോചിച്ചാൽ മതി ബയോട്ടിക് കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന്. മൂന്നാമത്തതാണ് മക്കളെ ഡീകമ്പോസേഴ്സ്. ഇനി ഇതൊക്കെ തിന്ന് നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കും. എന്ത് ചെയ്യണം? മണ്ണിലേക്ക് അലിയണം. അതിനാരൊക്കെ വേണം? ഡീകമ്പോസേഴ്സ് വേണം അല്ലേ? ബാക്ടീരിയ ആൻഡ് ഫംഗൈ ദാറ്റ് ബ്രേക്ക് ഡൗൺ ഡെഡ് ഓർഗാനിക് മാറ്റർ. അപ്പം ഈ ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഡീക്കേ നശിപ്പിക്കുന്ന ആൾക്കാരാണ് ആര്? ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റീസൈക്ലിംഗ് ന്യൂട്രിയൻ ബാക്ക് ഇൻ ടു ദ എക്കോസിസ്റ്റം. നമ്മുടെ ഈ ഇലയൊക്കെ വീണിട്ടേ, ഇലയൊക്കെ മരത്തിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ കുറെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താകും? അത് മണ്ണിലേക്ക് ലയിച്ച് ചേരും അല്ലേ? അപ്പം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡീകമ്പോസേഴ്സ്. അതിന് സഹായിക്കുന്ന ആൾക്കാരാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ഇനിയാണ് നമുക്ക് ട്രോഫിക് ലെവൽസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അതായത് പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അവര് ഓരോ ട്രോഫിക് ലെവലിലാണുള്ളത്. ഒന്നാമത്തെ ട്രോഫിക് ലെവലില് ആരുണ്ട്? നമ്മുടെ ഈ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഓട്ടോട്രോഫ്സ്. രണ്ടാമത്തേല് ഹെർബിവോസ് ഫീഡിങ് ഓൺ പ്രൊഡ്യൂസേഴ്സിനെ ഫീഡ് ചെയ്യുന്ന ഹെർബിവോസ്. അതായത് ട്രോഫിക് ലെവൽ 2. മൂന്നാമത്തേത് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ആദ്യത്തേത് പ്രൊഡ്യൂസേഴ്സ്, രണ്ടാമത്തേത് പ്രൈമറി കൺസ്യൂമേഴ്സ്, മൂന്നാമത്തേത് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. അവരെന്ത് ചെയ്യും? കാർണിവോർസ് ഫീഡിങ് ഓൺ ഹെർബിവോർസ്. അപ്പൊ ആദ്യം എന്താണ് ഈ പറഞ്ഞ ഗ്രീൻ പ്ലാന്റ്സ്, പിന്നെ ഹെർബിവോർ, പിന്നെ കാർണിവോർ. നാലാമത്തേതോ ടെറിഷ്യറി കൺസ്യൂമേഴ്സ്. നാലാമത്തെയാണ്. അപ്പൊ ടെറിഷ്യറി ട്രോപ്പിക് ലെവൽ 4. കാർണിവോർസ് ഫീഡിങ് ഓൺ അതർ കാർണിവോർസ്. അപ്പൊ നോക്കിക്കേ, കാർണിവോർ ആണ് എന്നാൽ അതിനെ ഫീഡ് ചെയ്യുന്നത് വേറൊരു കാർണിവോർ ആണ്. ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾ പറയണം കമന്റ് ബോക്സിൽ. അഞ്ചാമത്തതാണ് ടോപ്പ് കാർണിവോർസ്. അതായത് ട്രോപ്പിക് ലെവൽ 5 ആണ്. ട്രോപ്പിക് ലെവൽ 5 എന്താണ്? എപെക്സ് പ്രിഡേറ്റേഴ്സ് നോട്ട് ഈറ്റൻ ബൈ അതർ ആനിമൽസ്. വേറൊരു ആനിമലിന് ഈറ്റ് ചെയ്യാൻ പറ്റാത്ത ആനിമൽസ് ആണ് ഇത് നമ്മുടെ ടോപ്പ് കാർണിവോർസിൽ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്? നമ്മുടെ ടെറിഷ്യറി കൺസ്യൂമേഴ്സ്, കാർണിവോർസിനെ കൺസ്യൂം ചെയ്യുന്ന വേറൊരു കാർണിവോറിന്റെ പേര് എഴുതണം കേട്ടോ. ഇനിയാണ് മക്കളെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ 10% ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഓരോ ട്രോഫിക് ലെവലിന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ഇവർ മാറില്ലേ? അതായത് ഇപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു പ്ലാന്റിനെ കൺസ്യൂം ചെയ്യുന്ന
ഒരു എന്താ ഹെർബിവോർ. അങ്ങനെ ഹെർബിവോർ ആവുന്ന സമയത്ത് ആ ഹെർബിവോർ കൺസ്യൂം ചെയ്യുന്നത് ഈ ടോട്ടൽ എനർജിന്റെ 10% മാത്രമേ അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുന്നുള്ളൂ. അതായത് about 10% of the energy from one trophic level is transferred to the next, with the remaining 90% lost as heat during metabolic process like respiration, digestion and movement. അപ്പോൾ ഒരു ജീവിയിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക്, ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുന്ന സമയത്ത് 10% എനർജി മാത്രമേ പാസ് ആവണുള്ളൂ. ബാക്കിയൊക്കെ റെസ്പിറേഷൻ അല്ലെങ്കിൽ ഡൈജഷൻ, മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, തേർഡ് ലെവൽ കൺസ്യൂമേഴ്സ്, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഓരോന്നിനും എത്ര മാത്രമേ പോകുന്നുള്ളൂ എന്നാ പറയണത്? 10%. അതായത് ഇപ്പം താഴെ 100% ഉണ്ടായിരുന്നു, മേലെ എത്തുമ്പോഴത്തേക്ക് എത്രയായി? 0.01 ആയി. ഓരോ ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോഴും അതിന്റെ 10% എനർജി മാത്രമേ ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. നമ്മുടെ എക്സാം പാസ് മാർക്കിൽ നിന്നിരിക്കുകയാണല്ലോ കമന്റ്. അത് കഴിഞ്ഞിട്ട് കമന്റ് ഇല്ലാലോ. എക്സാം പാസ് മാർക്ക് എത്ര വേണം? 20 മാർക്ക്. അതിനുശേഷം ആരും കമന്റ് ഇട്ടിട്ടില്ല. ഇനി ഫുഡ് ചെയിൻസ് നോക്കാം നമുക്ക്. ഫുഡ് ചെയിൻ നമുക്ക് പണ്ടേ അറിയണതാണ് കേട്ടോ. എന്താണിതാ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ? ആരൊക്കെയാണ് ഇവര്? ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്, ഈഗിൾ. പണ്ടേ അറിയണ. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പിന്നെയോ ഈഗിൾ, കഴുകന്നോ എന്താ പറയാ? ഈഗിൾ, പരുന്ത്. അപ്പൊ ഇത് പണ്ടേ നമ്മൾ പഠിക്കുന്ന സാധനമാണല്ലേ. എന്താണ് ഇതിൽ പറയണത്? എ ഫുഡ് ചെയിൻ ഈസ് എ ലീനിയർ സീക്വൻസ് where organisms become food for the next organism. അപ്പോൾ ഒരു ഓർഗാനിസം അടുത്ത ഓർഗാനിസത്തിന് ഫുഡ് ആവണ ആ ഒരു പ്രക്രിയയാണ് എന്ത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. എനർജി ഫ്ലോസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ത്രൂ കൺസ്യൂമേഴ്സ് വിത്ത് ആരോ ഷോയിങ് ദ ഡയറക്ഷൻ ഓഫ് ന്യൂട്രിയന്റ് ആൻഡ് എനർജി മൂവ്മെന്റ്. അപ്പോൾ ഓരോ ഡയറക്ഷൻ കാണിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടുന്ന് ഇങ്ങനെ ഒരു ഏറോ ആണ് കൊടുത്തത് അല്ലേ. അപ്പൊ ഇവിടുന്ന് ഇതിലേക്ക്, ഇതിൽ നിന്ന് ഇതിലേക്കാണ് എനർജി പോണത്, ഇതിൽ നിന്ന് ഇതിലേക്കാണ് പോകുന്നത്, ഇതിൽ നിന്ന് ഇതിലേക്ക്. അതിനാണ് ഈ ഏറോ മാർക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻ. 3 ടൈപ്പിലാണ് മക്കളെ ഫുഡ് ചെയിൻ ഉള്ളത്. ഒന്നാമത്തത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. അതായത് ഗ്രാസിൽ നിന്ന് തുടങ്ങുന്നതാണ് ഏത്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. നമ്മൾ ഇപ്പൊ പറഞ്ഞ സാധനം, അതായത് പുല്ല്, പുൽച്ചാടി എന്ന് പറഞ്ഞില്ലേ, അതാണ് എന്ത്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ഉണ്ട്. അതായത് ഡെഡ് ഓർഗാനിസത്തിൽ നിന്ന് തുടങ്ങുന്ന ഫുഡ് ചെയിൻസ് ആണെങ്കിൽ അതിനെയാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുക. പാരസൈറ്റിക് ഫുഡ് ചെയിൻ ആണെങ്കിൽ നമ്മുടെ വിരകളൊക്കെ ഇല്ലേ, വയറിലൊക്കെ ഉള്ള, അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും പാരസൈറ്റ്സിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാരസൈറ്റിക് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ 3 ടൈപ്പ് ഓഫ് ഫുഡ് ചെയിൻസ് ആണ്: ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആൻഡ് പാരസൈറ്റിക് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഇനിയാണ് മക്കളെ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. എന്താണ് വാട്ടർ സൈക്കിൾ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? 75% ഓഫ് എർത്തും എന്തിനെ കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്? വാട്ടർ ആണല്ലേ. വാട്ടർ ആണ് 75% എർത്തിലുള്ളത്. വിത്ത് 97%, ഈ 75%-ൽ 97% എന്താണ്? കടലാണ്. ലെസ് ദാൻ 1% എക്സിസ്റ്റ് ആസ് ഫ്രഷ് വാട്ടർ. അപ്പൊ 1%-ൽ താഴെ മാത്രമേ എന്തുള്ളൂ? ഫ്രഷ് വാട്ടർ ഉള്ളൂ. ഇനി എങ്ങനെയാണ് ഈ വാട്ടർ സൈക്കിൾ ഉള്ളത് നോക്കാം നമുക്ക്. ഇവാപ്പറേഷൻ, പ്രസിപ്പിറ്റേഷൻ, റൺ ഓഫ് ആൻഡ് ട്രാൻസ്പിറേഷൻ. ഈ 3 പ്രോസസ്സാണ് എന്തിലുള്ളത്? നമ്മുടെ വാട്ടർ സൈക്കിളിലുള്ളത്. ഇവാപ്പറേഷൻ നമുക്കറിയാം എന്താണ്? ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക, വേപ്പറൈസേഷൻ നടക്കുകയാണ്. ഡ്രൈവ്സ് വാട്ടർ ഫ്രം ഓഷ്യൻസ് ടു ദ അറ്റ്മോസ്ഫിയർ. ഓഷ്യനിൽ നിന്ന്, കടലിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് ഇവാപ്പറേഷൻ നടക്കുന്നതാണ് എന്ത്? നമ്മുടെ ഇവാപ്പറേഷൻ പ്രോസസ്സ് അല്ലേ. പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പോയ സാധനം തിരിച്ച് മഴയായിട്ട്, നമ്മുടെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് തിരിച്ചു വരുന്നതാണ് എന്ത്? പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. വാട്ടർ റിട്ടേൺസ് ആസ് റെയിൻ ഓർ സ്നോ ടു ലാൻഡ് ആൻഡ് ഓഷ്യൻസ്. ഇനി റൺ ഓഫ് ആൻഡ് ട്രാൻസ്പിറേഷൻ എന്താണ്? ഈ പറഞ്ഞ നമ്മളെ മണ്ണിലേക്ക് വീണ സാധനമൊക്കെ പിന്നെ എവിടത്തേക്ക് തന്നെ പോകും? നമ്മുടെ കടലിലേക്ക് തന്നെ പോകും. അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യും? റിട്ടേൺസ് ടു അറ്റ്മോസ്ഫിയർ ത്രൂ പ്ലാന്റ്സ്. അപ്പം ഈ 3 സൈക്കിൾ, ഇവാപ്പറേഷൻ, പ്രസിപ്പിറ്റേഷൻ ആൻഡ് റൺ ഓഫ്, ഈ 3 സൈക്കിൾ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഏതില്? വാട്ടർ സൈക്കിള്. രണ്ടാമത്തതാണ് കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. Carbon is the element that anchors all organic substance from
കോൾ ആൻഡ് ഓയിൽ ടു DNA. അതായത് കാർബൺ എന്ന് പറയുമ്പം എന്താ, ഫ്രം കോൾ ആൻഡ് ഓയിൽ ടു DNA എന്ന് പറയുന്നത് കോൾ തൊട്ട് നമ്മുടെ ഉള്ളിലുള്ള DNA വരെ എല്ലാത്തിലും ആരുണ്ട്, നമ്മുടെ ഈ കാർബൺ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് കാർബൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൈറ്റൽ ഫോർ കാർബോഹൈഡ്രേറ്റ് പ്രൊഡക്ഷൻ ത്രൂ ഫോട്ടോസിന്തസിസ് ആൻഡ് ഇസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ് ഇൻ ഓൾ ഓർഗാനിസം. എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ആര്, കാർബൺ എന്ന് പറയുന്നത്. അപ്പം അറ്റ്മോസ്ഫിയർ കാർബൺ എന്ത് ചെയ്യും, നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിച്ചതാണല്ലേ ചെറുപ്പത്തിൽ, പ്രകാശ സംശ്ലേഷണം. അപ്പം അതിലെന്താ പറയണത്, അറ്റ്മോസ്ഫിയർ കാർബൺ ഡൈ ഓക്സൈഡ് ആര് ഫിക്സ് ചെയ്യും, പ്ലാന്റ്സ് ഫിക്സ് ചെയ്യും. എന്നിട്ട് എന്താണ്, ഫുഡ് ചെയിനിലേക്ക് കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, റെസ്പിറേഷനിലും ഡീകമ്പോസിഷനിലും വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വിടുന്നുണ്ട്. സ്റ്റോർഡ് ഇൻ ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് റോക്സ്. അപ്പോൾ കാർബൺ മൂവ്മെന്റ് ആണിത്. എവിടെയൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് അല്ലെങ്കിൽ കാർബൺ ഉള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഓഷ്യനിലും കാർബണിലുണ്ട്. എങ്ങനെയാണ്, ഓഷ്യൻ കണ്ടെയ്ൻ 50 times more കാർബൺ ഡൈ ഓക്സൈഡ് ദാൻ ഇൻ അറ്റ്മോസ്ഫിയർ. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ ഉള്ളതിനേക്കാളും 50 മടങ്ങ് കൂടുതൽ എവിടെയുണ്ട്, നമ്മുടെ ഓഷ്യനിലുണ്ട്. എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ്. ആക്ടിങ് ആസ് എ മേജർ കാർബൺ സ്റ്റോറേജ് സിങ്ക് ആൻഡ് പ്ലേയിങ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഗ്ലോബൽ കാർബൺ സൈക്കിൾ. അപ്പം അടുത്തത് നൈട്രജൻ സൈക്കിളാണ്. ഇങ്ങനെ 4 സൈക്കിളാണ് നിങ്ങൾക്കുള്ളത്. വാട്ടർ സൈക്കിൾ, കാർബൺ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, സൾഫർ സൈക്കിൾ. ക്വസ്റ്റ്യൻസ് കുറവാണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത്, പക്ഷെങ്കിൽ ചോദിക്കാം. Okay, nitrogen constitutes 16% of all proteins but cannot be used directly. അതായത് 16 എല്ലാ പ്രോട്ടീൻസിന്റെയും 16% എന്ത് തന്നെയാണ്, നൈട്രജൻ ആണ്. പക്ഷേ അത് നമുക്ക് ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നൊന്നല്ല. അതിനെ ഏതെങ്കിലും ഒരു വിധേന കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നൈട്രജനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കൺവേർട്ടഡ് ടു അമോണിയ, നൈട്രൈറ്റ്സ് ഓർ നൈട്രേറ്റ്സ്. അതായത് പ്ലാന്റ് അപ്ടേക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ നൈട്രൈറ്റോ അല്ലെങ്കിൽ അമോണിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഇസ് നൈട്രജൻ ഫിക്സേഷൻ. അതായത് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ലൈറ്റനിങ്, ഇൻഡസ്ട്രിയൽ പ്രോസസ് കൺവേർട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സുകളാണ് ഇത് കേട്ടോ. അപ്പൊ നൈട്രജൻ ആദ്യം കൺവേർട്ട് ചെയ്യുന്നത് ഏതാണ്, ബാക്ടീരിയ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗെ, ലൈറ്റനിങ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്, ഇതൊക്കെ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ കൺവേർട്ട് ചെയ്യും. പിന്നെയോ നൈട്രിഫിക്കേഷൻ, ബാക്ടീരിയ അമോണിയനെ നൈട്രൈറ്റ് ആക്കുന്നതാണ് എന്ത്, നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് നൈട്രേറ്റ് ആക്കും. നൈട്രേറ്റ് ആക്കി കഴിഞ്ഞാൽ അത് ആർക്ക് എടുക്കാൻ പറ്റും, പ്ലാന്റ്സിന് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നൈട്രിഫിക്കേഷൻ എന്ന പ്രോസസ്സിൽ ബാക്ടീരിയ എന്ത് ചെയ്യും, അമോണിയനെ നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം അവരെന്ത് ചെയ്യും, നൈട്രേറ്റ് ആയിട്ട് മാറിയതിനു ശേഷം പ്ലാന്റ്സ് അതിനെ ഇൻടേക്ക് ചെയ്യും. ഇനി അസിമിലേഷൻ എന്ന് പറയുമ്പം ഈ പ്ലാന്റ് എന്ത് ചെയ്യും, ഈ നൈട്രേറ്റിനെ അബ്സോർബ് ചെയ്യുമല്ലോ, എന്നിട്ട് എന്ത് ചെയ്യും, അമിനോ ആസിഡും പ്രോട്ടീനും ആക്കി മാറ്റും. അതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ നൈട്രേറ്റ്, ബാക്ടീരിയ കൺവേർട്ട് ചെയ്ത നൈട്രേറ്റിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തിട്ട് അമിനോ ആസിഡും പ്രോട്ടീനും ആക്കി മാറ്റുകയാണ് എന്ത്, അസിമിലേഷൻ. ഇനി ഡീനൈട്രിഫിക്കേഷൻ എന്താണ്, ബാക്ടീരിയ ഈ നൈട്രേറ്റിനെ തന്നെ എന്തും കൂടെ ആക്കി മാറ്റും, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആക്കി മാറ്റിയിട്ട് ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നൈട്രജൻ സൈക്കിളിൽ നൈട്രജൻ ഫിക്സേഷൻ നടക്കും, നൈട്രിഫിക്കേഷൻ ബാക്ടീരിയ നടക്കും, അത് കഴിഞ്ഞ് പ്ലാന്റ്സ് എടുക്കും. പ്ലാന്റ്സ് എടുത്തിട്ട് പിന്നെ ഇതേ ബാക്ടീരിയാസ് തന്നെ എന്ത് ചെയ്യും, തിരിച്ച് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ തന്നെ ആക്കിയിട്ട് മാറ്റും. ഓക്കെ, ഇനി ഏതൊക്കെ ഓർഗാനിസം ആണ്, ഏതൊക്കെ ബാക്ടീരിയസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗാനിസം ആണ് ഈ നൈട്രജൻ ഫിക്സേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സിംബയോട്ടിക് ബാക്ടീരിയ, റൈസോബിയം ബാക്ടീരിയ, പിന്നെയോ ബ്ലൂ ഗ്രീൻ ആൽഗെ, സൈനോബാക്ടീരിയ, ഫ്രീ ലിവിംഗ് ബാക്ടീരിയ, എറോബിക് അസിറ്റോബാക്ടർ. ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് നിങ്ങൾ എല്ലാത്തിൻ്റെയും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വൺ വേർഡ് ആകുമ്പം ചിലപ്പോൾ എക്സാമ്പിൾസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ 3 എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. നമ്മുടെ നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന 3 എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഒന്ന് സിംബയോട്ടിക് ബാക്ടീരിയ ആണ്, പിന്നെയോ ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫ്രീ ലിവിംഗ് ബാക്ടീരിയ. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് സൾഫർ സൈക്കിൾ. എന്താണ് സൾഫർ സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയേ. The sulfur cycle is mostly sedimentary with a short gaseous phase. Sedimentary എന്ന് പറയുമ്പോൾ എന്താ, അടിഞ്ഞുകൂടി എന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്താണ് സൾഫർ സൈക്കിൾ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അടിഞ്ഞുകൂടിയ ടൈപ്പ് ആയിരിക്കും. എന്താ, ലിങ്കിങ് എയർ, വാട്ടർ ആൻഡ് എർത്ത് ക്രസ്റ്റ്.
ലിങ്കിങ് എയർ, വാട്ടർ, അതേപോലെ എർത്തിന്റെ ക്രസ്റ്റ്, ഇതൊക്കെ കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് എന്ത് നമ്മുടെ ഈ സൾഫർ സൈക്കിൾ എന്ന് പറയുന്നത്. ലാർജ് സൾഫർ റിസർവോയർസ് എക്സിസ്റ്റ് ഇൻ സോയിൽ ആൻഡ് സെഡിമെന്റ്സ് ആസ് സൾഫൈഡ്സ് ആൻഡ് ഓർഗാനിക് സൾഫർ. അപ്പൊ എന്താണ് സൾഫർ റിസർവോയർസ്? നമുക്കറിയാം സൾഫർ റിസർവോയർസ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? റോക്കിലും അതുപോലെ ബാക്കിയുള്ള ഏരിയസിലും ഒക്കെയാണ് കാണുന്നത്. എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം. അറ്റ്മോസ്ഫിയറിക് സോഴ്സസ് ഏതാണ്? വോൾക്കാനിക് ഇറപ്ഷൻസ്. നമ്മൾ ഈ വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫോസിൽ ഫ്യൂവൽ, കമ്പഷൻ, ഓഷ്യൻ സർഫസ് ഡീകമ്പോസിഷൻ, ഗ്യാസസ്, ഇതൊക്കെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഒരു വോൾക്കാനോ ഉണ്ടായ ഒരു സ്ഥലമാണെങ്കിൽ അവിടെ എന്തായാലും എന്ത് പറ്റും? ആ ഏരിയയ്ക്ക് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ സംഭവിക്കും അല്ലേ? അപ്പൊ അങ്ങനെയാണ് അവിടെ കൂടുതലായിട്ട് സൾഫർ ഡെപ്പോസിഷനോ അല്ലെങ്കിൽ സൾഫർ പ്രൊഡക്ഷനോ നടക്കുന്നത്. എന്നിട്ട് എന്താകും? ഈ സോയില് സൾഫറിനെ അബ്സോർബ് ചെയ്യും. ഏത് രീതിയിൽ? സൾഫേറ്റ് ആയിട്ട്. എന്നിട്ട് അമിനോ ആസിഡും പ്രോട്ടീനും ആക്കി മാറ്റും. പിന്നെയോ ഡീകമ്പോസിഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഫംഗൈ ആൻഡ് ബാക്ടീരിയ ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ റിലീസിങ് സൾഫർ ബാക്ക് ടു സോയിൽ. ഈ സോയിലിലേക്ക് തിരിച്ച് ആര് കൊണ്ടുപോകും? ഈ നമ്മുടെ ഈ ഫംഗയും ബാക്ടീരിയ ഒക്കെ തിരിച്ച് എന്ത് ചെയ്യും? ഡീകമ്പോസിഷൻ ചെയ്ത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സൾഫർ സൈക്കിളിൽ മൂന്ന് സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അറ്റ്മോസ്ഫിയറിക് സോഴ്സസ് ഏതൊക്കെയാണ് അതില്? വോൾക്കാനിക് ഇറപ്ഷൻ, ഫോസിൽ ഫ്യൂവൽ കമ്പഷൻ, പിന്നെ ഓഷ്യൻ സർഫസ് ഡീകമ്പോസിഷൻ, ഗ്യാസസ്. ഇവിടെയൊക്കെയാണ് സൾഫറിന്റെ പ്രസൻസ് കാണുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഈ സൾഫറിനെ ആരാണ് അപ്ടേക്ക് ചെയ്യുന്നത്? പ്ലാന്റ്സ്. അതിനുശേഷം അതിനെ ഡീകമ്പോസിഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കാർബൺ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, വാട്ടർ സൈക്കിൾ, സൾഫർ സൈക്കിൾ, ഈ 4 സൈക്കിളിന്റെയും ജസ്റ്റ് ആ പ്രോസസ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇനിയാണ് എക്കോളജിക്കൽ സക്സഷനിലേക്ക് പോകുന്നത്. എന്താണ് എക്കോളജിക്കൽ സക്സഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Ecological succession is the predictable orderly replacement of species in a community over time. As communities develop, vegetation grows taller and more established, eventually reaching a stable climax community. അതായത് നമ്മുടെ എക്കോളജിക്കൽ സക്സഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറ്റ് ആണോ ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, കാറ്റ് ഒരു ആൻസർ ആണ് കേട്ടോ. മറ്റേ ഇതിന്റെ ആയിരിക്കും അല്ലേ, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആയിരിക്കും അല്ലെ. കാറ്റ് ആൻസർ ആണേ. ഇനി എന്തായിരുന്നു നമ്മൾ പറഞ്ഞ എക്കോളജിക്കൽ സക്സഷൻ? എക്കോളജിക്കൽ സക്സഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു തരിശു ഭൂമി എന്നൊക്കെ പറയില്ലേ, അവിടെ പുതിയതായിട്ട് നമ്മൾ ഒരാളെ കൊണ്ടുവന്ന് ഒരു പ്ലാന്റോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. ഒരു പാറപ്പുറത്തൊക്കെ നിങ്ങൾ ആലോചിക്കുക, ഒരു ഭയങ്കര പാറ പ്രദേശത്ത് നമ്മൾ ഒരു ചെടി നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല അല്ലേ. അപ്പൊ എക്കോളജിക്കൽ സക്സഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓർഡർലി റീപ്ലേസ്മെന്റ് ഓഫ് സ്പീഷീസ് ഇൻ എ കമ്മ്യൂണിറ്റി ഓവർ ടൈം. അപ്പൊ ആ പാറ നമ്മൾ പതുക്കെ പൊട്ടുകയാണ്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം വന്ന് അവിടെ മാറി പാറയൊക്കെ പൊട്ടിക്കഴിഞ്ഞ് അവിടെയൊക്കെ മണ്ണായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ചെടികൾ നട്ടൂടെ? അപ്പൊ അതിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സക്സഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണെന്നുള്ള കൂടുതലായിട്ട് നമുക്ക് നോക്കാം. പയനീർ സ്പീഷീസ്, ഫസ്റ്റ് ഓർഗാനിസം ടു കോളനൈസ് ന്യൂ ഓർ ഡിസ്റ്റർബ്ഡ് ഏരിയാസ്. ഇപ്പൊ ഒരു ഫ്ലഡ് നടന്ന ഒരു ഏരിയ, ഫ്ലഡ് നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെള്ളപ്പൊക്കം വന്നിട്ട് അവിടെയുള്ള എല്ലാ സാധനങ്ങളും നശിച്ചുപോയി. ഒരു സാധനം അവിടെ ബാക്കിയില്ല. അപ്പൊ അവിടെ പുതിയതായിട്ട് ഒരാൾ വന്ന് അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു ചെടി മുളക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? പയനീർ സ്പീഷീസ് എന്നാണ് പറയുന്നത്. പുതിയതായിട്ട് വരുന്ന ആള്. ഇന്റർമീഡിയറ്റ് സ്റ്റേജ്, പ്രോഗ്രസീവ് റീപ്ലേസ്മെന്റ് ഓഫ് സ്പീഷീസ് ഈച്ച് മോഡിഫൈങ് ദ എൻവയോൺമെന്റ്. അതായത് പ്രോഗ്രസീവ് റീപ്ലേസ്മെന്റ്, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് എന്താ ഒരു കള വന്നു, ഒരു കള മീൻസ് നമ്മുടെ വീട്, എന്തെങ്കിലുമൊക്കെ ഒരു കള വന്നിട്ട് അവിടെ ഉള്ളതിനെ നശിപ്പിച്ചിട്ട് ഈ കള മുഴുവനായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യാണ്. അപ്പൊ എന്താണ്? അവരൊരു പ്രോഗ്രസീവ് റീപ്ലേസ്മെന്റ് ആണല്ലേ നടക്കുന്നത്. അവിടെ ഉണ്ടായ ഒരു സാധനത്തിന് റീപ്ലേസ് ചെയ്ത് പുതിയ ആൾക്കാരാണ് അവിടെ വരുന്നത്. അതിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഫൈനൽ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി. അവിടെ ഒരുപാട് ഇപ്പൊ മരങ്ങളൊക്കെ നോക്കിക്കുക, അതൊരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റിയാണ്. അവിടെ ഒരുപാട് നാളായിട്ട് അവിടെ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയാ. അപ്പൊ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പ്രൈമറി സക്സഷൻ എന്താണ്? occurs on newly exposed surface that have never supported life. അപ്പോൾ വോൾക്കാനിക് ഇറപ്ഷനോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഓൾറെഡി ഒരു ലൈഫ് ഇല്ല അല്ലേ. വോൾക്കാനിക് ഇറപ്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ലൈഫ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് പറ്റും? അവിടെ പുതിയതായിട്ട് ഒരു ജീവന്റെ തുടിപ്പ് എന്നൊക്കെ പറയണ പോലെ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൈമറി സക്സഷൻ എന്ന് പറയാ. ഓക്കെ.
primary succession occurs on newly exposed surface that have never supported life. അത്രയും നാൾ അവിടെ എന്തില്ല, ഒരു ലൈഫ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ ഒരു പുൽനാമ്പ് പൊട്ടി മുളയ്ക്കുകയാണ് മക്കളെ. അതിനെയാണ് നമ്മൾ പറയാ പ്രൈമറി സക്സഷൻ എന്ന്. ഓക്കെ, വോൾക്കാനിക് ഐലൻഡ്, ലാവ ഫ്ലോസ്, ബെയർ റോക്ക് ഫ്രം ലാൻഡ് സ്ലൈഡ്സ് ഓർ ന്യൂലി ഫോംഡ് സാൻഡ് ഡ്യൂൺസ്, ഇതൊക്കെയാണ് പ്രൈമറി സക്സഷനിൽ വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പയനീർ സ്റ്റേജ് നോക്കാം. ലൈക്കൺസ്, നമ്മളിപ്പോ പറഞ്ഞു ഒരു ബെയർ റോക്ക്, ഒരു പാറപ്പുറം, അവിടെ ആദ്യമായിട്ട് ഒരു പായൽ പോലെ ഇങ്ങനെ വരും. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, പായലൊക്കെ പാറപ്പുറത്ത് ആദ്യം വരുന്നത് പായലായിരിക്കും അല്ലേ. അപ്പൊ ഈ പായൽ വന്നു, എന്നിട്ടോ അവിടെ പ്രൊഡ്യൂസിങ് വീക്ക് ആസിഡ്സ് ദാറ്റ് ഗ്രാജുവലി ഇറോഡ് ദ സർഫസ്. അവിടെ പാറപ്പുറത്ത് ഇപ്പൊ പായൽ വന്ന് കിടക്കുകയാണ്. അപ്പൊ പായൽ വന്ന് കിടന്നിട്ട് അവിടെ ഈ പായൽ എന്ത് ചെയ്യും, ഒരു ആസിഡ് സെക്രീറ്റ് ചെയ്ത് ഈ പാറ പതുക്കെ 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 എന്താകും, അവിടെ അതിന്റെ സർഫസ് അങ്ങ് എന്താവും, കുറച്ച് ആ പാറയുടെ ആ ഒരു കാഠിന്യമൊക്കെ പോയിട്ട് കുറച്ചുകൂടെ മൃദുവാകും. പിന്നെയോ ബിൽഡിംഗ് സോയിൽ ഇൻ ടൈനി ഫിഷസ്, എന്നിട്ട് അവിടെ കുറച്ച് കുറച്ച് മണ്ണുകൾ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പാറപ്പുറത്തെ പായൽ? ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെയോ അങ്ങനെ പായൽ വന്നിട്ട് ആ പാറകളൊക്കെ ഒന്നൊന്ന് അയഞ്ഞു നിൽക്കുക. പിന്നെ അവിടെ ആര് വരും, മോസസ് ആൻഡ് സ്മോൾ പ്ലാന്റ്സ്. പിന്നെ അവിടെ ആര് വരും, കുറച്ച് ചെറിയ ചെറിയ ചെടികൾ വന്നു തുടങ്ങും. ആസ് ഓർഗാനിക് മാറ്റർ അക്യുമുലേറ്റ്സ് മോസസ് ആൻഡ് ഗ്രാസസ് എസ്റ്റാബ്ലിഷ് ദംസെൽസ് ഇൻ ഡെവലപ്പിംഗ് സോയിൽ. അപ്പൊ പുതിയതായിട്ടുണ്ടാവുന്ന സോയിലിലേക്ക്, പാറ പൊട്ടി പുതിയതായിട്ടുണ്ടാവുന്ന സോയിലിലേക്ക് എന്ത് വരും, നമ്മുടെ ഈ മോസസ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് അവിടെ വരും. പിന്നെ വരുന്നത് ആരാണ് മക്കളെ, ഷ്രബ്സ് ആൻഡ് ലാർജർ പ്ലാന്റ്സ്. പിന്നെ വലിയ വലിയ ചെടികൾ വരും. ലാസ്റ്റ് അതൊരു ഫോറസ്റ്റ് ആയിട്ട്, ഒരു കാടായിട്ട് മാറും എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ട്രീസും കാര്യങ്ങളൊക്കെ വരും എന്നാ പറയുന്നത്. അപ്പൊ ഈ എന്താണ് നമ്മുടെ സക്സഷനിൽ പറയുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ഇതൊക്കെ വന്നിട്ടാണ്. അതായത് പാറപ്പുറം എങ്ങനെയാണ് ഒരു ഫോറസ്റ്റ് ആവണേന്നാണ് നമ്മൾ സക്സഷനിൽ പറഞ്ഞത്. അപ്പൊ പ്രൈമറി കഴിഞ്ഞ് ഇനി സെക്കൻഡറിയിലാണ് നോക്കിക്കേ. സെക്കൻഡറി സക്സഷൻ ഒക്കേഴ്സ് വെൻ ആൻ എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ഈസ് ഡ്രാസ്റ്റിക്കലി ഡിസ്റ്റർബ്ഡ്. സെക്കൻഡറി സക്സഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രൈമറിയിൽ എന്താണ്, ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പുതിയതായിട്ടൊരു ഫോറസ്റ്റ് ഉണ്ടായി. അതേപോലെ എല്ലാം ഉണ്ടായ സ്ഥലത്തുനിന്ന് പിന്നെയും നശിച്ച്, അത് മുഴുവൻ നശിച്ചിട്ട് പുതിയതായിട്ട് വരുമ്പോഴാണ് അതിന്റെ സെക്കൻഡറി സക്സഷൻ ആവുന്നത്. ഒക്കേഴ്സ് വെൻ ആൻ എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ഈസ് ഡ്രാസ്റ്റിക്കലി ഡിസ്റ്റർബ്ഡ് ബൈ ഫയർ, ഫ്ലഡ്, വിൻഡ്സ്, ലോഗിങ് ഓർ ട്രീ കട്ടിങ്. അപ്പം കാട്ടുതീയൊക്കെ ഒരു പ്രദേശത്ത് കാട്ടുതീയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അവിടെയുള്ള സംഭവങ്ങളൊക്കെ മാറും അല്ലെ, ഒക്കെ പോകും. അപ്പൊ അവിടെ ഇനി പുതിയതായിട്ടൊരു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു പുൽനാമ്പ് വരണം എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സെക്കൻഡറി സക്സഷൻ എന്ന് പറയാ. സെക്കൻഡറി സക്സഷൻ പ്രൊസീഡ്സ് മോർ റാപ്പിഡ്ലി ദാൻ പ്രൈമറി സക്സഷൻ. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു സ്ഥലത്ത് ഓൾറെഡി അവിടെ ഉണ്ടായ ആൾക്കാരൊക്കെ പോയി, പക്ഷെങ്കിൽ അതാണോ കൂടുതൽ ടൈം എടുക്കുക, അതോ ഒന്നും ഇല്ലാത്തടത്ത് നിന്ന് പുതിയതായിട്ട് ഉണ്ടാവാനാണോ കൂടുതൽ ടൈം എടുക്കുക? ഒബ്വിയസ്ലി എന്തായിരിക്കും, സെക്കൻഡറി സക്സഷൻ ആയിരിക്കും. കാരണം എന്താ, ഓൾറെഡി അവിടെ ഉണ്ടായ സാധനങ്ങളാണ്, ഓൾറെഡി അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. അത് എന്താണ്, ഒരു ഫ്ലഡ് വന്നിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫയർ വന്നിട്ടോ അത് നശിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ സോയിലിന് ഒരു മാറ്റം വരുന്നില്ല അല്ലേ. അപ്പം അതാണ് ഇവിടെ സെക്കൻഡറി സക്സഷനിൽ പറയണത്. ഇനി എക്കോസിസ്റ്റം ആൻഡ് ഹ്യൂമൻ ഇന്റർവെൻഷൻ. അപ്പൊ നമുക്കറിയാം ഈ എക്കോസിസ്റ്റത്തിന്റെ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഇങ്ങനെ എക്കോസിസ്റ്റത്തിന് ഹാം ചെയ്യുന്ന ഒരാള് എന്ന് പറയുന്നത് ആരാണ്, ഏറ്റവും കൂടുതൽ ഹാം ചെയ്യുന്നത് ആരാണ്, നമ്മൾ തന്നെയാണ് അല്ലെ, ഹ്യൂമൻസ് തന്നെയാണ്. ഹ്യൂമൻ സിഗ്നിഫിക്കന്റ്ലി ഓൾട്ടർ നാച്ചുറൽ കമ്മ്യൂണിറ്റീസ്. അപ്പം നേച്ചറിനെ ഓൾട്ടർ ചെയ്യുന്ന ഒരാള് എന്ന് പറയുന്നത് ആരാണ്, ഹ്യൂമൻസ് ആണ്. അപ്രോക്സിമേറ്റ്ലി 40% ഓഫ് എർത്ത് ഫോട്ടോസിന്തറ്റിക് പ്രൊഡക്ടിവിറ്റി, എർത്തിന്റെ 40% ഫോട്ടോസിന്തറ്റിക് പ്രൊഡക്ടിവിറ്റിയും ഉപയോഗിക്കുന്നത് ആരാണ്, ഹ്യൂമൻസ് ആണ്. പിന്നെയോ അവർ ടെക്നോളജി ഹാസ് ഔട്ട്പേസ്ഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എൻവയോൺമെന്റൽ കോൺസിക്വൻസസ്. അപ്പൊ നമ്മളെ ടെക്നോളജി മാത്രം നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ എൻവയോൺമെന്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ, പറഞ്ഞേ. ഇനി ഇത് മൂന്നും നമ്മുടെ ഈ കോൺസിക്വൻസസ് ആണ്. ചാലഞ്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം, വി ഓഫൺ ആക്സിഡന്റലി ഓർ ഡെലിബറേറ്റ്ലി ഓൾട്ടർ ദ ഡെലിക്കേറ്റ് ഇക്വിലിബ്രിയം. അപ്പൊ നമ്മൾ വേണമെന്ന് വെച്ചിട്ടും ഇല്ലെങ്കിൽ അറിയാതെയും ഈ എക്കോസിസ്റ്റത്തെ നമ്മൾ ഒരുപാട് ഓൾട്ടർ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ എന്താ മരം മുറിക്കുന്നത് നേരത്തെ പറഞ്ഞു, അതുപോലെ എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നുണ്ട് എക്കോസിസ്റ്റം ഹാംഫുൾ ചെയ്തുകൊണ്ട്. അതൊരു ചാലഞ്ചാണ്. കാരണം എന്താ, നമുക്ക് അവിടെ ഡെവലപ്മെന്റ്, നേരത്തെ പറഞ്ഞ സെയിം തന്നെ, നമ്മൾ അവിടെ ഡെവലപ്മെന്റ് ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡെവലപ്മെന്റും വേണം, എന്നാൽ എന്താണ് ഈ പറഞ്ഞ പോലെ എൻവയോൺമെന്റിനെ ഹാം ചെയ്തുകൊണ്ടും ആവരുത്. അതൊരു ചാലഞ്ചാണ് നമുക്ക്. പിന്നെയോ സൊല്യൂഷൻ,
ഈച്ച് ഓഫ് us must be aware of the consequences. നമ്മൾ ഈ എക്കോസിസ്റ്റത്തിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസിനെ കുറിച്ച് നമ്മൾ എന്ത് വേണം, ബോധേഡ് ആയിരിക്കണം. എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ മുന്നോട്ടേക്ക് ഇറങ്ങാൻ. പിന്നെ ഫ്യൂച്ചർ, നമ്മൾ എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കണം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പം ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ പോലെ എക്കോസിസ്റ്റത്തിനെ ഹാം ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത നമ്മുടെ യൂണിറ്റ് 3 ആണ്. ബ്ലോക്ക് 1ലെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 3 മേജർ എക്കോസിസ്റ്റം ആണ്. അപ്പൊ എക്കോസിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ, വേർഡ് എക്കോസിസ്റ്റം കമ്പൈൻസ് എക്കോ ആൻഡ് സിസ്റ്റം. ഒരു എക്കോയും ഒരു സിസ്റ്റവും ഇന്റർകണക്റ്റഡ്, ഹാബിറ്റാറ്റ് ഇന്റർകണക്റ്റഡ് കമ്പോണൻസ് ആണ് എന്ത് എക്കോസിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. An ecosystem is a functional unit of nature containing both living and non-living components working together. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ. എന്താണ് ലിവിങ്ങും നോൺ ലിവിങ്ങും ഒക്കെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു എന്തായിരുന്നു, വർക്കിംഗ് ടുഗെദർ, അവരെല്ലാരും കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത് ecosystem എന്ന് പറയുന്നത്. The biosphere itself represents Earth's largest ecosystem encompassing all life and their environment. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ. ഇനി ടെറസ്ട്രിയൽ, അക്വാട്ടിക് എന്ന് പറഞ്ഞിട്ട് എക്കോസിസ്റ്റം നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്. നമുക്കറിയാം ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ ആരാണ് അവിടെ വരിക, നമ്മുടെ ലാൻഡ് ഏരിയാസ് അല്ലേ, ഫോറസ്റ്റ് ഉണ്ട്, ഗ്രാസ് ലാൻഡ് ഉണ്ട്, ഡെസേർട്ട്. അക്വാട്ടിക് ആണെങ്കിലോ വാട്ടർ ഏരിയാസ്, ലേക്ക്, റിവർ, ഓഷ്യൻ, എസ്റ്ററീസ് ആൻഡ് വെറ്റ്ലാൻഡ്സ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, അക്വാട്ടിക്കിൽ വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. അപ്പം ടെറസ്ട്രിയലും നമ്മുടെ എന്താണ് അക്വാട്ടിക്കും അല്ലാതെ അതിൽ വരുന്ന ടെറസ്ട്രിയലിൽ വരുന്ന ആദ്യത്തെ ആളാണ് ആര്, ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഫോറസ്റ്റ് ആർ കോംപ്ലെക്സ് അസംബ്ലേജസ് ഓഫ് ബയോട്ടിക് കമ്മ്യൂണിറ്റീസ് ഷേപ്ഡ് ബൈ സോയിൽ, ക്ലൈമറ്റ് ആൻഡ് ടോപ്പോഗ്രഫി. പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാവുന്നതാണോ ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത്? കാട് എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു ചെടി നട്ട് നാളത്തേക്ക് അത് കാടാവോ? ഇല്ല. അപ്പം കോംപ്ലെക്സ് അസംബ്ലേജസ് ഓഫ് ബയോട്ടിക് കമ്മ്യൂണിറ്റീസ്. അപ്പം സോയിൽ ഷേപ്പ് ചെയ്ത്, ക്ലൈമറ്റ് ഷേപ്പ് ചെയ്ത്, ടോപ്പോഗ്രഫി, ഇതിനൊക്കെ കൂടെ ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്താണ്, ഇതൊക്കെ ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് എവിടെ നിന്നാണ് ആ വേർഡ് കോയിൻ ചെയ്തതെന്നുള്ളതാണ്. ഇനി അതിന്റെ ഫോറസ്റ്റിന്റെ മൂന്ന് ആൾക്കാരെ നോക്കാം നമുക്ക്. കോണിഫറസ് ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആൻഡ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കോൾഡ് റീജിയൻസിലുണ്ട്. കോണിഫറസ് കോൾഡ് റീജിയൻ വിത്ത് ഹൈ റെയിൻഫോൾ ആൻഡ് ലോങ് വിന്റേഴ്സ്. കോൾഡ് റീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, വിന്റർ കൂടുതലായിരിക്കും അല്ലേ. അപ്പം അതിനെയാണ് എന്ത് പറയാ, നമ്മുടെ കോണിഫറസ് എന്ന് പറയുന്നത്. ടെമ്പറേറ്റ് എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ടെമ്പറേച്ചറിൽ വരുന്നതാണ് ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, മൂന്നും നിങ്ങൾക്ക് പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഹൈ റെയിൻഫോൾ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇനി ആ ടൈപ്പ് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. കോൾഡ് ക്ലൈമറ്റ് ഫോറസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ വാം ക്ലൈമറ്റ് ഫോറസ്റ്റ് ഉണ്ട്. കോൾഡ് ക്ലൈമറ്റിൽ വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോണിഫറസ്. ഇപ്പൊ കോണിഫറസ് എന്ന് പറയുമ്പോൾ കോൾഡ് ക്ലൈമറ്റ്. പിന്നെ വരുന്നതാണ് ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ്. അപ്പം കോൾഡർ ദാൻ ട്രോപ്പിക്കൽ മാർക്ക്ഡ് സീസണാലിറ്റി, ഹെവി ഫോഗ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഫോഗ് ആണ് അവിടെ കൂടുതൽ, അപ്പൊ കോൾഡ് ആണ്. ഇനി വാം ആണെങ്കിലോ ട്രോപ്പിക്കൽ സീസണലും സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റും ആണുള്ളത്. ട്രോപ്പിക്കൽ സീസണൽ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, റെയിൻഫോൾ കൂടുതലാണ്. പിന്നെയോ രണ്ടിലും വാം എന്ന് പറയുമ്പോൾ അവിടെ എന്താണെന്നറിയോ, റെയിൻഫോൾ കൂടുതലായിരിക്കും കേട്ടോ. ഇനി എന്തിനാണ് ഫോറസ്റ്റ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മുടെ എക്കണോമിക് റിസോഴ്സ്, ഫ്യൂവൽ, വുഡ്, ടിമ്പർ, ഇതിനൊക്കെ ഫോറസ്റ്റ് വേണം അല്ലേ. പിന്നെയോ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട്, ജെനറ്റിക് ഡൈവേഴ്സിറ്റി, ഹാബിറ്റാറ്റ് ആൻഡ് ഫുഡ് ഫോർ വൈൽഡ് ലൈഫ്, ക്രൂഷ്യൽ റോൾ ഇൻ റെഗുലേറ്റിംഗ് എർത്ത്സ് ക്ലൈമറ്റ്. ഇതൊക്കെയാണ് അതിന്റെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെയോ എൻവയോൺമെന്റൽ സർവീസസ്, അതായത് പ്രസിപ്പിറ്റേഷൻ, ഇതിനൊക്കെ മരങ്ങളുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റിന്റെ ആവശ്യമുണ്ട് അല്ലേ. കൾച്ചറൽ വാല്യൂ, ഇതൊക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണ്. എന്തുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യുക? സിൽവി കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കെയർ ഓഫ് മോണോ കൾച്ചേഴ്സ് ഓഫ് വേരിയബിൾ ടിമ്പർ ട്രീസ് ലൈക്ക് തേക്ക്, സാൽ ആൻഡ് സീഷം. അപ്പം നമ്മൾ ഒരേ രീതിയിലല്ല, അതായത് നമ്മൾ റബ്ബർ, തേക്ക്, ഇതൊക്കെ എന്താ ചെയ്യുന്നത്, ഒരുപാട് നമ്മൾ നടും അല്ലേ. അപ്പൊ അങ്ങനെ എന്താണ്, അതൊരു ഫോറസ്റ്റ് ഏരിയ ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. അങ്ങനെ ഒരേ മോണോ കൾച്ചർ ആയിട്ട് നമുക്ക് വാല്യൂ കിട്ടുന്ന ഒരു ടിമ്പർ അല്ലെങ്കിൽ ഒരു തടിയുള്ള ഒരു മരം മോണോ കൾച്ചർ ആയിട്ട് ഒരുപാട് നേരത്തിൽ ഒരേ ആൾക്കാരെ തന്നെ നടുന്നതാണ് നമ്മുടെ
സിൽവികൾച്ചർ എന്ന് പറയുന്നത്. പിന്നെയോ ഫോറസ്റ്റ് മാനേജ്മെന്റ്, ബീഡിങ്, തിന്നിങ് ആൻഡ് ബ്രാഷിംഗ് ടു ഇൻക്രീസ് yield ഓഫ് ഡിസൈർഡ് സ്പീഷീസ്. അപ്പൊ നമ്മളിത് നട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റുപാടുള്ള കള പറിക്കുക, ഇല്ലെങ്കിൽ അതിന് കൂടുതൽ വളം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴെന്താണ് അത് ആ ഒരു ഫോറസ്റ്റിനെ അവിടെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെയോ പ്രൊട്ടക്ഷൻ, കൺട്രോളിങ് ഫോറസ്റ്റ് ഫയേഴ്സ് ആൻഡ് പ്രിവെന്റിങ് ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസ്. ഫോറസ്റ്റ് ഫയറിന് അവിടെ എന്ത് ചെയ്യാം, നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പിന്നെയോ പ്രൊട്ടക്ട് ചെയ്യാം. രണ്ടാമത്തതാണ് മക്കളെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം. ഫോറസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഫോറസ്റ്റ് അല്ല, എന്നാൽ ഡെസേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഡെസേർട്ടും അല്ല. ഇതിന്റെ രണ്ടിന്റെ നടുവിൽ വരുന്നതാണ് എന്ത്, നമ്മുടെ ഈ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ റെയിൻഫോൾ എന്ന് പറയുന്നത് 25 to 75 സെന്റിമീറ്റർ ആണ്. നോട്ട് ഇനഫ് ടു സപ്പോർട്ട് ഫോറസ്റ്റ് ബട്ട് മോർ ദാൻ എ ട്രൂ ഡെസേർട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഏതാണ് ഇതില് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഡെസേർട്ടും ഡെസേർട്ട് അല്ലാത്തത്, എന്നാൽ എന്തല്ലാത്തത്, ഫോറസ്റ്റ് അല്ലാത്തത്? The grass layer is sparse consisting mainly of annual species. അതായത് ഈ സ്ലൈഡിൽ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു ഫോറസ്റ്റ് ആയിട്ട് എന്തുകൊണ്ട് കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് ആയിട്ട് എന്തുകൊണ്ട് കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല? കാരണം എന്താ, നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ്, നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഒരു സ്ഥലം ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഏരിയ ആലോചിച്ച് നോക്കിക്കേ, അതൊരു ഗ്രാസ് ലാൻഡ് എന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഫോറസ്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത നമ്മുടെ ഈ ഒരു ക്ലൈമാറ്റിക് സീസൺ ആലോചിച്ച് നോക്കിക്കേ. ഒരു സമയത്ത് മഴ, പിന്നെ വെയിൽ, പിന്നെ മഞ്ഞ്, പിന്നെ ചൂട്, അങ്ങനെ ആ ഒരു രീതിയിലല്ലേ വരുന്നത്. അപ്പം എന്താ ഒരു കംപ്ലീറ്റ് റെയിൻഫോൾ കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് റെയിൻ ഇല്ലാതെ നിൽക്കുകയോ ചെയ്യുമ്പോഴാണ് അതൊന്നിക്ക് ഫോറസ്റ്റോ അല്ലെങ്കിൽ ഡെസേർട്ടോ ആവുന്നത്. അപ്പൊ ഇവിടെ എല്ലാം ഒരു മിക്സഡ് ക്ലൈമറ്റ് ആകുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം വരുന്നത്. ഇനിയോ ഗ്രാസ് ലാൻഡ് ആർ ക്രൂഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ഡൊമസ്റ്റിക്കേറ്റഡ് ആൻഡ് വൈൽഡ് ഹെർബിവോർസ് ഇൻക്ലൂഡിംഗ് ഹോഴ്സ്, കാറ്റിൽ, ബഫലോസ്, ഷീപ്പ്, ഗോഡ്സ്, കാമൽസ്, ഡിയർ ആൻഡ് സീബ്രാസ്. അതായത് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളിപ്പോ പറഞ്ഞ ഈ ഹെർബിവോഴ്സ് ആരിലാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ ഗ്രാസിലാണ്. അപ്പൊ ഗ്രാസ് ലാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ഫുഡ് ചെയിനിനെ അത് എഫക്റ്റ് ചെയ്യും. ഇനി കൂടുതലായിട്ട് ഓവർഗ്രേസ് ചെയ്യാണ്, കൂടുതലായിട്ട് നമ്മൾ ഈ ഗ്രാസ് ലാൻഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം, നമ്മളെ ഒരു ഗ്രാസ് ലാൻഡ്, അവിടെ ഡെയിലി നമ്മൾ പശുവിനെ മേയാൻ വിടുകയാണ്. ഡെയിലി മേഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഓവർ ഗ്രേസിങ് ഇമ്പാക്റ്റ് ആണ് ഇവിടെ പറയുന്നത്. റെഡ്യൂസ്ഡ് സോയിൽ മൾച്ച് കവർ, അതിന്റെ ആ ഒരു കവറിങ്, സോയിലിന്റെ ആ ഒരു കവറിങ് പോയി പോവും. പിന്നെയോ ഡ്രയർ മൈക്രോ ക്ലൈമറ്റ് കണ്ടീഷൻ, ഇൻവേഷൻ ബൈ സീറോഫൈറ്റിക് പ്ലാന്റ്സ്, heavy trampling of mineral soil surface, പിന്നെയോ surface puddling when wet, reduce water infiltration, accelerated water runoff. ഒന്നുമില്ല, നമുക്കറിയാം ചവിട്ടി മെതിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ചവിട്ടി മെതിക്കുക, അതുപോലെ ചതുപ്പ് നിലാവുക, അങ്ങനെ ഈ സോയിലിനെ എല്ലാം കൊണ്ടും എന്താകും, നശിപ്പിക്കുകയാണ് ചെയ്യുക ഈ ഓവർ ഗ്രേസിങ് നടന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഈ പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം, എന്തൊക്കെയാണ് ഓവർ ഗ്രേസിങ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് എന്ത്, നമ്മുടെ ഡെസേർട്ട് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഡെസേർട്ട് നമുക്കറിയാം എന്താണ്, ഡെസേർട്ട് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ലെസ് ദാൻ 25 സെന്റിമീറ്റർ ആണ് ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. അവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ എന്താണ്, ഭയങ്കര ചൂടായിരിക്കും, രാത്രി അതേ സ്ഥാനത്ത് ഭയങ്കര തണുപ്പായിരിക്കും. അതാണ് എന്ത്, നമ്മുടെ ഈ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഡെസേർട്ടിലെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ലോ റെയിൻഫോൾ ആണ് വിത്ത് എക്സ്ട്രീം ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ. അവിടെ ടെമ്പറേച്ചർ ഒരു സ്ഥലത്ത് ഉറച്ചിരിക്കില്ല. എന്താണ്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചൂടാണെങ്കിൽ രാത്രി ഭയങ്കര തണുപ്പായിരിക്കും. ഇനി അവിടുത്തെ ഫ്ലോറ ആണെങ്കിലോ, ഡെസേർട്ട് ഏരിയയിലെ ചെടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്താ കാക്ടസ് ഒക്കെ പോലെയുള്ളതാണ്. അവിടെ മുള്ളുകളൊക്കെ ഉണ്ടാവും ചെടിയിൽ. എന്തുകൊണ്ടാ, അവിടെയും കൂടെ അവർക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെടികളിൽ നമ്മുടെ ഈ മുൾച്ചെടിയൊക്കെ ഇല്ലേ, കള്ളി മുൾച്ചെടി എന്നൊക്കെ പറയണേ, അതിനൊക്കെ മുള്ളുള്ളത്. ഓക്കെ, പിന്നെയോ ബുഷായിരിക്കും, അധികം ഹൈറ്റിൽ പോകില്ല. പിന്നെ കാക്ടൈസ്, സ്പെർജസ്, അതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് കേട്ടോ. ഫോണ ആണെങ്കിലോ റെപ്റ്റൈൽസ്, ഇൻസെക്ട്, ഇങ്ങനെയുള്ളതിനൊക്കെ എന്താണ്, അഡാപ്റ്റ് ആണ് ഏതുമായിട്ട്, ഈ വാട്ടർ സ്കാർസിറ്റിക്ക്. അവിടെയുള്ള ജീവികൾ നമ്മുടെ നാട്ടിലുള്ള ജീവികളെ പോലെയാണോ? അല്ല, അവർക്ക് എന്താണ്, അഡാപ്റ്റേഷൻ കൂടുതലാണ്. ഇപ്പൊ ക്യാമൽസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ അവർക്കൊരു ഹമ്പ് ഉണ്ട്, എന്തിനാ, വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്തിനാണ്, അവിടെയുള്ള ഈ ഡെസേർട്ട് ഏരിയാസിലുള്ള എല്ലാ ഓർഗാനിസും ആ ഒരു വെള്ളം ഇല്ലാത്ത ആ ഒരു സ്കാർസിറ്റിക്കുള്ള ആ ഒരു കണ്ടീഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അതിൽ ഏതൊക്കെയാണ് അഡാപ്റ്റേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. പ്ലാന്റിന്റെ അഡാപ്റ്റേഷൻ ഏതൊക്കെയാണ്? പ്ലാന്റ് അഡാപ്റ്റേഷൻ നോക്കിക്കേ. പെരിനിയൽ സ്പീഷീസ് ലൈക്ക് ഓർഗൻ പൈപ്പ്
കാക്ടസ്, ഫെറോകാക്ടസ് ആൻഡ് സ്പേർജസ് ആർ സ്കാറ്റേർഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ തന്നെ, അതായത് മുള്ളുകൾ ഉണ്ടാകാം, പിന്നെയോ പരന്ന ഇലകളായിരിക്കും, ഇലകൾ നല്ല കട്ടി ഉണ്ടാവും, കാരണം അതിൽ നിന്നാണ് എന്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആനിമൽസിനാണെങ്കിലോ ഇൻടെഗുമെന്റ്സ് ആൻഡ് ഡ്രൈ എക്സ്ക്രീഷൻ, അവരുടെ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡ്രൈ ആയിരിക്കും, അത്രയും വെള്ളം പോലും എക്സ്ക്രീഷൻ വഴി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിരിക്കും. ഡോണ്ട് യൂസ് വാട്ടർ ഫോർ ടെമ്പറേച്ചർ റെഗുലേഷൻ, അപ്പം ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് വെള്ളമല്ല ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതാണ് മക്കളെ നമ്മുടെ ലാസ്റ്റ് വൺ ഈസ് എക്വാറ്റിക് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഗ്ലോബൽ വാട്ടേഴ്സ് കവർ 3/4 ഓഫ് എർത്ത് സർഫസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 75% എന്താണ്, വെള്ളമാണ്. പിന്നെയോ അതില് 1% താഴെ മാത്രമേ ഫ്രഷ് വാട്ടർ ഉള്ളൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി 3 ടൈപ്പ് ഓഫ് വാട്ടേഴ്സ് അല്ലെങ്കിൽ എക്വാറ്റിക് സിസ്റ്റം ആണുള്ളത്. ഫ്രഷ് വാട്ടർ, മെറൈൻ ആൻഡ് ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുന്നത്. ഫ്രഷ് വാട്ടർ നമുക്കറിയാം, നമ്മുടെ അരുവി, തടാകം എന്നൊക്കെ പറയുന്ന പോലെ ലേക്ക്, റിംഗ്, സ്ട്രീം, റിവേഴ്സ്, ഇതൊക്കെയാണ് എന്ത് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. മെറൈൻ ആണെങ്കിലോ മക്കളെ ഷാലോ സീസ് ആൻഡ് ഓപ്പൺ ഓഷ്യൻസ് ആണ് എന്ത് മെറൈനിൽ വരുന്നത്. ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുമ്പോൾ എസ്റ്റുറൈസ്, സോൾട്ട് മാർഷസ്, മാംഗ്രൂവ് സ്വാംസ് ആൻഡ് ഫോറസ്റ്റ് വാട്ടർ, ഇതൊക്കെയാണ് ബ്രാക്കിഷ് വാട്ടറിൽ വരുന്നത്. ഇനി നോക്കിക്കേ, എക്വാറ്റിക് ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ന്യൂസ്റ്റൺ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, ഈ ഓർഗാനിസം അറ്റ് എയർ വാട്ടർ ഇന്റർഫേസ്. ഇവിടെ നോക്കിക്കേ, ഈ ഒരു ജീവിയെ നോക്കിക്കേ നിങ്ങൾ, എയറിലാണോ എന്ന് ചോദിച്ചാൽ എയറിലാണ്, വാട്ടറിലാണോ എന്ന് ചോദിച്ചാൽ വാട്ടറിലാണോ, രണ്ടിലും ആണെന്ന് അല്ലേ. അപ്പൊ അതാണ് എന്ത് ന്യൂസ്റ്റൺ എന്ന് പറയുന്നത്. പെരിഫൈറ്റൺ എന്ന് പറയുമ്പോൾ ഈ ഓർഗാനിസംസ് അറ്റാച്ച് ടു സ്റ്റെം ആൻഡ് ലീവ്സ് ഓഫ് റൂട്ടഡ് പ്ലാന്റ്സ്. ഓൾറെഡി അത് ആ വെള്ളത്തിൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും, പക്ഷെ എങ്കിൽ അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള, അതിന്റെ റൂട്ടിലേക്കോ ഇല്ലെങ്കിൽ സ്റ്റെമ്മിലേക്കോ അറ്റാച്ച് ചെയ്ത പ്ലാന്റ്സ് ആണ് എന്ത് പെരിഫൈറ്റൺ എന്ന് പറയുന്നത്. ഇനി പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് എന്താണ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. എവിടെ, with limited locomotion, which is seen in the ocean or water with limited locomotion. Nekton എന്ന് പറയുമ്പോൾ powerful swimmers ranking from insects to blue whale. അതായത് എന്താണ്, നമ്മുടെ നെക്ടൺ എന്ന് പറയുമ്പോൾ സ്വിമ്മേഴ്സ് ആണ്, നമ്മുടെ ഈ മത്സ്യം അല്ലെങ്കിൽ ഷാർക്ക്, ബ്ലൂ വെയിൽ, ഇതൊക്കെ പറയുന്നതാണ് ആര്, നെക്ടൺ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ എവിടെ വരുന്ന ആൾക്കാരാണ്, നമ്മുടെ ഈ വാട്ടറിന്റെ ഒറ്റ മുകളിൽ വരുന്നു, പിന്നെ കുറച്ച് താഴെ വന്നു, പിന്നെ കുറച്ച് സൈഡിലേക്ക് വന്നു, മൂന്നാമത് നമ്മൾ വന്നത് എവിടെയാണ്, വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്കാണ് വന്നത്. ഇനി അടിത്തട്ടിലേക്ക് പോകുന്ന ആൾക്കാർ ആരാണ്, ബെന്തോസ് ആണ്. ബോട്ടം ഡ്വെല്ലിംഗ് ഓർഗാനിസംസ് ലൈക്ക് ക്രാബ്, ലോബ്സ്റ്റേഴ്സ് ആൻഡ് സ്പോഞ്ചസ്, ഇതാണ് എന്ത് ബെന്തോസ് എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഇതിൻ്റെത് കേട്ടോ. ഇനി ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിലേക്ക് പോവാണെങ്കിലോ, ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ഡിപ്പെൻഡ് ഹെവിലി ഓൺ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഫോർ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മാറ്റർ. അപ്പൊ ടെറസ്ട്രിയൽ ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ അരുവികളായിക്കോട്ടെ ഇല്ലെങ്കിൽ എന്താ നമ്മുടെ കുളം ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് ടെറസ്ട്രിയൽ ഓർഗാനിസമായിട്ട് എക്കോസിസ്റ്റമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലേ നിൽക്കുന്നത്. പിന്നെയോ അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ലെൻഡിക്കും ലോട്ടിക്കും. ലെൻഡിക് എന്ന് പറയുമ്പോൾ നമ്മളെ സ്റ്റാൻഡിങ് വാട്ടർ, അതായത് വലിയ ഒഴുക്കൊന്നും ഇല്ലാത്ത വാട്ടേഴ്സ് ഉണ്ടാവില്ലേ, ഇതിനെയാണ് നമ്മൾ ലെൻഡിക് വാട്ടർ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾസ് നോക്കിക്കേ, ലേക്ക്, പൂൾസ്, പോണ്ട്, സ്വാംസ്, മാർഷസ്, ഇതൊക്കെ എന്താണ് വലിയ ഒഴുക്കൊന്നും ഉണ്ടാവില്ല, അതിനെയാണ് നമ്മൾ ലെൻഡിക് എന്ന് പറയുന്നത്. ലോട്ടിക് ആണെങ്കിലോ, ചിത്രം കണ്ടിട്ട് എന്താ മനസ്സിലാവണത്, ലോട്ടിക് എന്ന് പറയുമ്പോൾ ഒഴുകാത്ത ടൈപ്പ് ആണോ, അല്ല, അവിടെ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ പിക്ചറാ കൊടുത്തില്ല അല്ലേ. അപ്പൊ റിവേഴ്സ്, സ്ട്രീംസ്, സ്പ്രിങ്സ്, ഇതൊക്കെ എന്താ അരുവികളൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ് ഒഴുകിക്കൊണ്ടാണ് നിൽക്കുന്നത്, അതാണ് എന്ത് നമ്മുടെ ലോട്ടിക് വാട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനിയാണ് മക്കളെ മെറൈൻ എക്കോസിസ്റ്റം. ഫ്രഷ് വാട്ടർ കഴിഞ്ഞാൽ പിന്നെ മെറൈൻ പറയണ്ടേ. മെറൈൻ എക്കോസിസ്റ്റംസ് ആർ ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ എക്കോസിസ്റ്റം ഓൺ എർത്ത്. മെറൈൻ ആണ് ഏറ്റവും വലുതെന്നാണ് പറയുന്നത്. ഓഫ് ഗ്രേറ്റ് എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ്. സീ വാട്ടർ ഏവറേജസ് 3.5 സലൈനിറ്റി 3.5 ആണ്. ഓക്കെ, ഇനി അതിന്റെ സോൺസ് നോക്കണ്ടേ നമുക്ക്. ലിറ്റോറൽ സോൺസ്, അതായത് നമ്മുടെ കരയോട് അടുത്തിട്ടുള്ള സോൺ ആണ് ഇത് ലിറ്റോറൽ സോൺ. ഷോർ റീജിയൻ തന്നെ നമുക്ക് പറയാം. അവിടെ എന്താണ് സബ്ജക്ട് ടു വേവ്സ് ആൻഡ് ടൈഡ്സ്, തിരമാല അടിക്കുന്ന ആ ഒരു സ്ഥലമാണ് എന്ത് ലിറ്റോറൽ സോൺസ് എന്ന് പറയുന്നത്. അവിടെ ആരൊക്കെ ഉണ്ടാകും, സ്നെയിൽസ്, ക്ലാംസ്, ബർണക്കിൾസ്, ക്രസ്റ്റേഷ്യൻസ്, ഏതൊക്കെയാണോ നിങ്ങൾക്ക് കരയിൽ കാണാൻ പറ്റുന്നത് അതൊക്കെ അങ്ങോട്ട് എഴുതി വെക്കുക. അതാണ് എന്ത് ലിറ്റോറൽ സോണിൽ വരുന്നത്. ഇനി നെറിറ്റിക് സോൺ ആണല്ലോ ഷാലോ കോസ്റ്റൽ സോൺ, അതായത് കരയിലല്ല എന്നാൽ കടലിലും അല്ല, ആ ഒരു റീജിയൻ ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ നെറിറ്റിക് സോൺ എന്ന് പറയുന്നത്. റിച്ച് ഇൻ സ്പീഷീസ് ആൻഡ് ഹൈലി പ്രൊഡക്റ്റീവ്, അവിടെ എന്താണ് സ്പീഷീസ് വെറൈറ്റീസ് കൂടുതലായിരിക്കും.
പിന്നെയോ home to commercial fish species, whales, seals and diverse bottom dwelling animals. അപ്പം കൂടുതലായിട്ട് ഈ മീനുകളെയൊക്കെ കാണുന്ന ഏരിയ ഏതാണ്? നെറിറ്റിക് സോൺ ആണ്. പിന്നെ നമുക്ക് വരുന്നതാണ് പെലാജിക് സോൺ. പെലാജിക് സോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഷ്യന്റെ 90% സർഫസും ഏതാണ്? പെലാജിക് സോൺ ആണ്. ലെസ് റിച്ച് ഇൻ സ്പീഷീസ് ദാൻ കോസ്റ്റൽ റീജിയൻ. കോസ്റ്റൽ റീജിയനിലേക്ക് വരുന്ന സമയത്ത് ലെസ് ആയിരിക്കും അവിടെ സ്പീഷീസ്. അവിടെ ഡൈനോഫ്ലാജലേറ്റ്സും ഡയാറ്റംസും അങ്ങനെയുള്ള ജീവികളൊക്കെയാണ് ഉണ്ടാവുക. നാലാമത്തതാണ് മക്കളെ ബെൻഡിക് സോൺ എന്ന് പറയുന്നത്. ബെൻഡിക് സോൺ എന്ന് പറയുമ്പോൾ ഓഷ്യന്റെ ഫ്ലോർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെൻഡിക് നേരത്തെയും പറഞ്ഞു, ഓഷ്യന്റെ ഫ്ലോർ ആണ് ഇത് ബെൻഡിക് സോൺ എന്ന് പറയുന്നത്. അവിടെ ഹെട്രോട്രോഫിക് ഓർഗാനിസം ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. നമ്മുടെ സീ കുക്കുംബർ, സീ അർച്ചിൻ, ബ്രിട്ടിൽ സ്റ്റാർസ്, ക്രാബ്, സ്പോഞ്ച് ഇങ്ങനെയൊക്കെയുള്ളതാണ് ബെൻഡിക് സോണിൽ ഉണ്ടാവുക. അപ്പോൾ ഓഷ്യന്റെ 4 ഏരിയ ഉണ്ട്. നമ്മൾ നേരത്തെ ഫ്രഷ് വാട്ടറിന്റെ 4 ഏരിയയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് മക്കളെ എസ്റ്ററൈസ്. എസ്റ്ററൈസ് എന്ന് പറയുമ്പോൾ ട്രാൻസിഷണൽ സോൺസ് ആണ്. അതായത് കടലിൽ നിന്നും നമ്മുടെ ഈ ഫ്രഷ് വാട്ടറും ഈ മെറൈൻ വാട്ടറും തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലമില്ലേ, അതാണ് മക്കളെ എസ്റ്ററൈസ് എന്ന് പറയുന്നത്. സെമി എൻക്ലോസ്ഡ് കോസ്റ്റൽ ഏരിയാസ് വെർ റിവേഴ്സ് മീറ്റ് ദ സീ. നമ്മൾ ഏതോ ഒരു സിനിമയിലുണ്ടല്ലോ, തോട്ടിൽ സൂര്യൻ അസ്തമിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ആരോ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അതേപോലെ നമ്മുടെ ഈ തോടും ഈ കടലും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഏരിയ ആണ് എന്ത്? നമ്മുടെ എസ്റ്ററൈസ് എന്ന് പറയുന്നത്. ക്രിയേറ്റിംഗ് ബ്രാക്കിഷ് വാട്ടർ എൻവയോൺമെന്റ്സ്. അവിടെ മോസ്റ്റ് ഡോമിനന്റ് ഫീച്ചർ എന്താണെന്നറിയോ? ഫ്ലക്ച്വേറ്റിംഗ് സെലൈനിറ്റി. കാരണം എന്താ? സെലൈനിറ്റി അവിടെ നമുക്ക് ഒരു സെലൈനിറ്റി അവിടെ ഉറപ്പിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം എന്താ? അവിടെ റിവറും സീ വാട്ടറും ഒക്കെ മിക്സ് ആണ്. അപ്പൊ സെലൈനിറ്റി അവിടെ എന്ത് ചെയ്യും? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടാണ് നിൽക്കുക. ഡെസ്പൈറ്റ് ട്രെമൻഡസ് എൻവയോൺമെന്റ് വേരിയേഷൻ, എസ്റ്ററൈസ് ആർ ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് എക്കോസിസ്റ്റം ഇൻ ദ വേൾഡ്. അപ്പൊ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ളത് എവിടെയാണ്? എസ്റ്ററൈസിലാണ്. എന്താണ് എസ്റ്ററൈസിലുള്ള പ്രൊഡക്ടിവിറ്റി നോക്കാം. ഫിഷറീസ് നഴ്സറി. അപ്പൊ ഓൾമോസ്റ്റ് ഓൾ മേജർ മെറൈൻ ഫിഷറീസ്, നമ്മുടെ അഴിമുഖം എന്നൊക്കെ പറയില്ലേ, ഓൾമോസ്റ്റ് ഓൾ മെറൈൻ ഫിഷറീസ് എവിടെയാണ്? ഈ എസ്റ്ററൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ ചില ഫിഷസ് എന്ത് ചെയ്യുന്ന അറിയോ? ഈ എസ്റ്ററീസ് ആണ് മുട്ടയിടാനോ അല്ലെങ്കിൽ എന്തിനാണ് അവരുടെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഈ എസ്റ്ററീസ് ആണ് കേട്ടോ. പിന്നെ മിക്സഡ് കമ്മ്യൂണിറ്റി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെറൈനും ഫ്രഷ് വാട്ടറും എല്ലാം കൂടി, ബ്രാക്കിഷ് വാട്ടറും എല്ലാം കൂടി ഉള്ള ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെ ഡൈവേഴ്സിറ്റി കുറവായിരിക്കും, പക്ഷെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. ഇനി ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് നോക്കാം നമുക്ക്. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പഠിച്ചു, ഫോറസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്ററിൽ പഠിച്ചു, ഗ്രാസ് ലാൻഡ് ഡെസേർട്ട് അഡാപ്റ്റേഷൻ, എക്വാറ്റിക് പ്രൊഡക്ടിവിറ്റി, പിന്നെയോ നമ്മുടെ ഇപ്പൊ പറഞ്ഞ ഈ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഈ ബ്രാക്കിഷ് വാട്ടർ അല്ലെങ്കിൽ എസ്റ്ററൈസിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ബ്ലോക്ക് 1 നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. 3 യൂണിറ്റുകളാണ് നമ്മൾ പറഞ്ഞത്. 50 മാർക്കിൽ ഈ യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ബ്ലോക്ക് ആണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, ഇനിയും നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഈ ഇപ്പം നമ്മുടെ ക്ലാസ്സിന്റെ PDF നോട്ട്സ് PDF ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഓൾ കേരള വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൾ കേരള ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് സൂമിലാണ് ലൈവ് വരുന്നത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ അപ്പം ഓൾ ദി ബെസ്റ്റ്.